നമസ്കാരം. കടയ്ക്കൊരുമ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള വെബിനാർ ആരംഭിക്കുകയാണ്. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ സാധ്യതകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഇത്തരത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കേണ്ടി വരുന്നത് ദീർഘകാലം പ്രവാസ ജീവിതാനന്തരം നാട്ടിലെത്തിച്ചേർന്നാൽ നമ്മുടെ പ്രവാസി സമൂഹം, അതിലെ ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രവാസ ജീവിത കാലയളവിൽ ശരിയായ നിക്ഷേപങ്ങളും സാമ്പത്തിക ആസൂത്രണവും നിർവഹിക്കാത്തതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണ്. അനിവാര്യമായിട്ടുള്ള പദ്ധതികൾ ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുവാൻ കടയ്ക്കൊരുമ തയ്യാറായിട്ടുള്ളത്. കഴിഞ്ഞ 13 വർഷക്കാലമായി UAE പ്രവാസ ഭൂമികയിൽ സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലയിലെ ചടയമംഗലം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും UAE പ്രവാസികളുടെ കൂട്ടായ്മയാണ് കടയ്ക്കൊരുമ. ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും പ്രവാസി സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്ലാസ് നയിക്കുന്നത് ബഹുമാന്യനായ ശ്രീ KV ഷംസുദ്ദീൻ സാറാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല. UAE പ്രവാസികൾക്കിടയിൽ സുപരിചിതമായ മുഖമാണ്. അരനൂറ്റാണ്ട് കാലത്തിലേറെ കാലമായി പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യമായിട്ടുള്ള അധ്യാപനം നിർവഹിച്ച് പരിചയസമ്പന്നനായ ബർജീൽ ജിയോജിത്തിൻ്റെ ഫൗണ്ടർ ഡയറക്ടർ കൂടിയായ ശ്രീ ഷംസുദ്ദീൻ സാറാണ് ഈ ക്ലാസ് നയിക്കുന്നത്. ഈ ക്ലാസ് ആദ്യാവസാനം ശ്രദ്ധിക്കുവാനും സംശയ നിവാരണങ്ങളടക്കം നടത്തിക്കൊണ്ട് ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തുവാനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ശ്രീ ഷംസുദ്ദീൻ സാറിനെ ക്ലാസ് നയിക്കുന്നതിനും നിങ്ങളെ ഓരോരുത്തരെയും ഇതിൽ പങ്കെടുക്കുന്നതിനുമായി കടയ്ക്കൊരുമ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പ്രോഗ്രാമിന് ഇവിടെ അവതരിപ്പിക്കുവാൻ അവസരം നൽകിയ കടക്കൽ ഒരുമ എന്ന പ്രവാസി കൂട്ടായ്മയുടെ സാരഥികളെ, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, UBL ചാനലിൻ്റെ പ്രവർത്തകരെ, സാരഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രവാസികളിൽ സാമ്പത്തിക അച്ചടക്കവും പ്രവാസികളിൽ സാമ്പത്തികമായിട്ടുള്ള പ്ലാനിങ്ങും സമ്പാദ്യശീലവും നിക്ഷേപ സ്വഭാവവും ഉണ്ടാക്കി അവർ തിരിച്ചു പോയാൽ പ്രവാസ ജീവിതം നയിക്കുന്ന കാലത്ത് അവരുടെ കുടുംബം എങ്ങനെ ജീവിച്ചിരുന്നോ അതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 1970 മുതൽ ഒരു പ്രവാസി എന്ന നിലയിൽ പ്രവാസികളിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 32 വർഷമായി എല്ലാ ആഴ്ചയും റേഡിയോയിലും 18 വർഷമായി ടെലിവിഷൻ ചാനലിലും എന്നതുപോലെ തന്നെ 1000-ൽ പരം ക്ലാസ്സുകളും ഈ ലക്ഷ്യത്തിൽ നടത്തിയിട്ടുണ്ട്. തൽഫലമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും 10,000-കണക്കിന് പ്രവാസികൾ തിരിച്ചു പോയവർ ഇന്ന് സസന്തോഷം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഇത് എത്ര കേട്ടിട്ടും ജീവിതത്തിൽ പകർത്താൻ വിസമ്മതിച്ചവർ തിരിച്ചുപോയി അതിദയനീയമായ അവസ്ഥ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് എനിക്ക് അബുദാബിയിൽ നിന്ന് ഒരു വീഡിയോ മെസ്സേജ് അയച്ചിരുന്നു. അത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു വളരെ ക്ഷീണിതനായിട്ടൊരു വ്യക്തിയെ എലക്ട്ര സ്ട്രീറ്റിൽ വെച്ച് കാണുന്നു. അങ്ങനെ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നു ഏകദേശം 30 വർഷം അബുദാബിയിൽ ജീവിച്ച വ്യക്തി നാട്ടിലേക്ക് തിരിച്ചുപോയി
തിരിച്ചുപോയി നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജീവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു. കയ്യിലുള്ള പണം കഴിഞ്ഞപ്പോൾ ഭാര്യയും മക്കളും അദ്ദേഹത്തിനോട് വീണ്ടും അബുദാബിക്ക് പോകാൻ പറഞ്ഞ് നിർബന്ധിച്ച് അദ്ദേഹം അബുദാബിയിൽ വന്നിരിക്കുകയാണ് ജോലി അന്വേഷിച്ചിട്ട്. 60 വയസ്സോളം പ്രായമുള്ള ആ വ്യക്തിക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് അതിദയനീയമായ അവസ്ഥയിലാണ് എന്നുള്ളത് ആണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ആ വീഡിയോയിൽ. അതേ സമയത്ത് അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തു. കഴിഞ്ഞ 20 വർഷമായി എൻ്റെ ക്ലാസ്സുകൾ കേട്ടതിൻ്റെ ഫലമായി അദ്ദേഹം ചെറിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയും അദ്ദേഹം നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് വലിയൊരു തുകയായി മാറിയിരിക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് കൂടെ അതോടൊപ്പം വിട്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്ന പ്രവാസികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 10,000 ഉറുപ്പികയെങ്കിലും മാറ്റിവെക്കുകയും അത് നിക്ഷേപിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ സസന്തോഷം ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വസ്തുതയാണ്. എനിക്കും പറയാനുള്ളത് അതുതന്നെയാണ്. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിലിടയ്ക്ക് ഏറ്റവും ദയനീയമായ അവസ്ഥ നാട്ടിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് 5 മാസം കോവിഡ് സമയത്ത് നാട്ടിൽ നിൽക്കേണ്ടി വന്നപ്പോഴാണ്. ഞാൻ ആ സമയത്ത് എൻ്റെ നാട്ടിലെ നമ്പർ സോഷ്യൽ മീഡിയയിൽ കൂടെ പബ്ലിഷ് ചെയ്തിട്ട് പറഞ്ഞു, തിരിച്ചു വന്ന സുഹൃത്തുക്കൾക്ക് എന്നെ വിളിക്കാം, നിങ്ങളുടെ അവസ്ഥ നമുക്ക് പങ്കുവെക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാം, പറ്റാവുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ധാരാളം ആളുകൾ വിളിക്കുകയുണ്ടായി. അതിൽ കോവിഡ് കാരണം നാട്ടിലേക്ക് തിരിച്ചു പോയ ആളുകളിൽ ഏകദേശം 1000 പേർ വിളിച്ചു സംസാരിച്ചതിൽ 100 പേർക്ക് മാത്രമാണ് ജീവിക്കാനുള്ള സാമ്പത്തിക സൗകര്യങ്ങളും അല്ലെങ്കിൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യവും ഉണ്ട് എന്ന് അവകാശപ്പെട്ടത്. മറ്റുള്ളവർക്കെല്ലാം അതില്ലാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥ ആർക്കും ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നും ഞാൻ ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ പ്രത്യേക അവസ്ഥ നമുക്കറിയേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ശതമാനം വെച്ച് നോക്കുമ്പോൾ ആകെ ഉള്ള ജനസംഖ്യയുടെ 10% ആളുകൾ കേരളത്തിന് പുറത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 10% കേരളത്തിന് പുറത്താണ്. ഞാൻ സാധാരണ കേരളീയരെ പറ്റി പറയാറുള്ളത്, അരിഭക്ഷണം കഴിക്കുന്ന നമുക്ക് ഒരു പ്രത്യേക സ്വഭാവവിശേഷം, ആ നെൽച്ചെടിയുടെ സ്വഭാവവിശേഷം നമുക്കുണ്ട്. നമ്മളുടെ സ്വഭാവവിശേഷം എന്ന് പറഞ്ഞാൽ നെൽച്ചെടി പറിച്ച് നട്ടാലേ തഴച്ചു വളരാറുള്ളൂ എന്നതുപോലെ മലയാളികൾ മലയാള മണ്ണിൽ നിന്ന് മറ്റു നാട്ടിലേക്കോ വിദേശ നാട്ടിലേക്കോ പറിച്ചു നട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ അഭിവൃദ്ധിപ്പെടുന്നു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ പ്രവാസ ജീവിതം നമ്മൾ നയിക്കുന്നവരായിരുന്നു. അത് സിലോണിൽ പോയി, നമ്മൾ മലേഷ്യയിൽ പോയി, അതിനു മുമ്പ് ബർമയിൽ പോയി, അങ്ങനെ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഏകദേശം 130 രാഷ്ട്രങ്ങളിൽ മലയാളിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലേക്ക് 2 വർഷം മുമ്പ് $87 ബില്യൺ പ്രവാസികൾ അയച്ചത്. അതിൽ 3.35% വരുന്ന കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾ ഇന്ത്യയിലേക്ക് പ്രവാസികളിൽ നിന്ന് എത്തുന്ന വിദേശ നാണ്യത്തിൻ്റെ 19% നമ്മളാണ് അയച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പെർസെൻറ്റേജ് ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2.59 മാത്രമുള്ളപ്പോൾ വിദേശത്ത് നിന്ന് നമ്മൾ ഇന്ത്യക്കാർ അയക്കുന്ന പണത്തിൻ്റെ
19% മലയാളികളാണ് അയക്കുന്നതെന്ന് വസ്തുത നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വസ്തുത കൂടെ മനസ്സിലാക്കാനുള്ളത്, ഒരു വ്യക്തി, ഒരു പ്രവാസി ഏറ്റവും ചുരുങ്ങിയത് 4-5 പേരെയെങ്കിലും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ പകുതി ആളുകളും ജീവിക്കുന്നത് പ്രവാസിയുടെ തണലിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു വസ്തുത നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ 2018 ടോട്ടൽ കൺസ്യൂം ചെയ്യുന്ന ഗോൾഡിൻ്റെ 20% കൺസ്യൂം ചെയ്തത് കേരളത്തിലാണ്. എന്ന് പറഞ്ഞാൽ 2.59% ജനസംഖ്യ, ഇന്ത്യയുടെ ജനസംഖ്യയുള്ള കേരളത്തിലാണ് 20% കൺസ്യൂം ചെയ്തത്. അതൊരു വലിയ അത്ഭുതം തന്നെ ആണെന്ന് കാണാം. മറ്റൊരു കാര്യം, ഇത്രയും ചുരുങ്ങിയ പെർസെൻറ്റേജ് ജനസംഖ്യയുള്ള കേരളത്തിൽ ഇന്ത്യയിലുള്ള ടോട്ടൽ വാഹനങ്ങളുടെ 7% കേരളത്തിലാണ് എന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് പ്രവാസം എന്ന് ചോദിക്കും എല്ലാവരും. അതിന് പ്രധാന കാരണം തലമുറകളായി നമുക്കുള്ളൊരു ശീലമാണ് പ്രവാസ ജീവിതം. അത് ഇന്നും തുടരുന്നു. ഇന്നത്തെ യങ് ജനറേഷൻ മറ്റൊരു വിധത്തിൽ ആയി മാറിയിരിക്കുന്നു. അതായത് വിദേശ നാടുകളിൽ പോയി പഠിച്ചു, ആ നാട്ടിൽ തന്നെ ജീവിച്ചു, ആ നാട്ടിൻ്റെ പാസ്പോർട്ട് അല്ലെങ്കിൽ അവിടുത്തെ റെസിഡൻസി ലഭിച്ച് അവിടെ തന്നെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്ന് വളർന്നു വന്നിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ചേതോവികാരം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും സാമ്പത്തികമായ ഭദ്രത വേണം എന്നുള്ളത് തന്നെയാണ്, സ്വാർത്ഥമായ ചിന്തയാണ് ഇതിനെല്ലാം കാരണം. ഇങ്ങനെയെല്ലാം ആണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, പ്രവാസികളോട് ആദ്യം ചോദിക്കുക, നിങ്ങൾ വിദേശ നാട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനൊരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് സാധിച്ചോ എന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഞാൻ നേരിട്ട് ക്ലാസ്സുകളൊക്കെ നടത്തുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായി എന്ന് അവകാശപ്പെടും. അതേസമയം നിങ്ങൾ തിരിച്ചു പോയിട്ടുള്ള പ്രവാസികളെ പരിശോധിച്ചിട്ടുണ്ടോ? അവർ എത്ര പേർ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നു, അങ്ങനെയുള്ള കാഴ്ച കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരം കാഴ്ചകൾ കണ്ടിട്ടുള്ളവർ നിരവധിയാണ് എന്ന് പറയാറുണ്ട്. അതേസമയം സദസ്സിലുള്ളവരോട് ചോദിക്കും, അഥവാ നിങ്ങൾ ഏതെങ്കിലും ജോലി നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അനാരോഗ്യം കാരണമോ മറ്റെന്തെങ്കിലും കാരണവശാൽ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സ് നിങ്ങൾക്കുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഉണ്ട് എന്ന് ഉത്തരം പറയുന്നവർ 5% മാത്രമേ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് എത്രമാത്രം വേദനാജനകമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം 20-30 വർഷം വിദേശത്ത് ജീവിച്ച് സസന്തോഷം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിൽ ചെന്നതിന് ശേഷം ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. കാരണം കുടുംബത്തിന് വേണ്ടി, മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും നൽകുവാൻ വേണ്ടി ജീവിതം മുഴുവൻ ത്യജിച്ച ഒരു വ്യക്തി നാട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി അവർ ജീവിതം ത്യജിച്ചോ അവർക്ക് വേണ്ടി ജീവിതം ബുദ്ധിമുട്ടിക്കൊണ്ട് വിദേശ നാടുകളിൽ ജീവിച്ചോ അവരിൽ നിന്ന് നല്ലൊരു വാക്ക് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രമാത്രം വേദനാജനകമാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് ഉണ്ടാവാതിരിക്കുവാനാണ് ഇത്തരം ക്ലാസ്സുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 പ്രധാന ഘടകങ്ങളാണ് അതിനുണ്ടാവുന്നത്. നമുക്ക് ഓരോ വ്യക്തിക്കും സാമ്പത്തികമായ അച്ചടക്കം വേണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ വിധത്തിലേ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. നമുക്കെല്ലാവർക്കും തന്നെ ആഗ്രഹങ്ങളുണ്ടാവും, ഡിസയർ ഉണ്ടാവും. പക്ഷെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മനസ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് ആയിത്തീരുന്നത് കാണാൻ സാധിക്കും.
കാരണം ആഗ്രഹങ്ങൾ ദുരാഗ്രഹമായി മാറുന്നു, അത് അത്യാഗ്രഹമായി മാറുന്നു. അങ്ങനെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി കടം വാങ്ങിയും ജീവിക്കുന്ന സ്വഭാവം ഉണ്ടാകുന്നു. അത് ആദ്യം കമ്പനിയിൽ നിന്ന് കടമെടുക്കുന്നു, സുഹൃത്തുക്കളിൽ നിന്ന് കടമെടുക്കുന്നു, ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നു, ക്രെഡിറ്റ് കാർഡിൽ നിന്നും വട്ടിപ്പലിശക്കാരിൽ നിന്നും കടമെടുക്കുന്നു എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അങ്ങനെയെല്ലാം ചെയ്ത എത്രയോ ആളുകൾ ഈ നാട്ടിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള അവസ്ഥ പോലും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം വേണ്ടത് ഫിനാൻഷ്യൽ പ്ലാനിങ്. നമുക്കൊരു സാമ്പത്തിക ആസൂത്രണം വേണം. സാധാരണ 20-25 വയസ്സിലെല്ലാം ആകുന്നു പ്രവാസികൾ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. പലരും ഇവിടെ വരുമ്പോൾ വിവാഹിതരായിരിക്കില്ല. അപ്പോൾ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആദ്യത്തെ ഒരു മാറ്റമാണ്. നമുക്ക് എത്ര അംഗങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിരുന്നോ, വിവാഹിതനാവുന്നതോടുകൂടി നമ്മൾ ഒരു അംഗവും കൂടെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചിലവ് വർദ്ധിക്കുന്നു. നമ്മൾക്കൊരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു വ്യക്തിയുടെ ചിലവ് വർദ്ധിക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിൽ നമുക്ക് ചെലവുകളുടെ കുതിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് പലപ്പോഴും ഗൾഫ് ജീവിതകാലത്ത് സാധാരണഗതിയിൽ ശമ്പള വർധനവ് അല്ലെങ്കിൽ ഇൻകം വർധനവ് ഉണ്ടാവുന്നില്ല. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ, പ്ലാനിങ്ങോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം പരിഹാരം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാബിറ്റ് ഓഫ് സേവിങ്, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ബാക്കി വെക്കുക, സമ്പാദിക്കുക എന്നൊരു സ്വഭാവം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഭാവി സുരക്ഷിതമാക്കുവാൻ സാധിക്കും. പിന്നീട് പ്രധാനമായിട്ട് വേണ്ടത്, നമ്മൾ സമ്പാദിക്കുന്ന സംഖ്യ എന്താണോ അത് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കൃത്യമായ വരുമാനം ലഭിക്കുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കണമെങ്കിൽ എക്സ്ട്രാവഗൻസ, അതായത് അമിതവ്യയം ചെയ്യുന്ന സ്വഭാവം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുവാൻ പാടില്ല. എല്ലാ തരത്തിലും കടബാധ്യത ഇല്ലാതെ ജീവിക്കാൻ നമ്മൾ ശീലിക്കണം. പലരും ചെയ്യാറുള്ളത്, ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നാട്ടിലുള്ള ആഗ്രഹം ഒരു വീട് വെക്കുക എന്നുള്ളതാണ്. വീട് വെക്കുവാൻ പണം കയ്യിലില്ലെങ്കിൽ അതിന് കടമെടുത്ത് വീട് വെക്കുവാൻ തയ്യാറാവുന്നു. അങ്ങനെ കടം വാങ്ങിച്ച് ഉണ്ടാക്കിയ വീട്ടിൽ, ബാങ്കിൻ്റെ പേരിലുള്ള വീട്ടിൽ താമസിക്കാൻ നിർബന്ധിതരായിട്ടുള്ള ധാരാളം ആളുകളെ കാണാം. അങ്ങനെയുള്ള എത്രയോ വീടുകൾ ജപ്തി ചെയ്ത അവസ്ഥയും എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് 100ഓളം പ്രവാസികളുടെ വീടുകൾ ജപ്തി ചെയ്യുവാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം അത്യാഗ്രഹമാണ്. അത്യാഗ്രഹം കൊണ്ട്, പെട്ടെന്ന് പണക്കാരനാവാൻ ഉള്ള ആഗ്രഹം കൊണ്ട് എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോൺസി സ്കീമുകൾ അമിതമായ ലാഭം നൽകുമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് ഓരോ മാസം തോറും ജന്മമെടുക്കുകയാണ്. അതിൽ ആ വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായി കയ്യിലുള്ള പണവും കടം വാങ്ങിച്ച പണവും കൊണ്ടുപോയി നിക്ഷേപിക്കുകയും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന കഥകൾ പത്രങ്ങളിലും മറ്റുള്ള പീടികളിലും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അതിൽ വീണ്ടും വീണ്ടും തലവെച്ച് കൊടുക്കുവാൻ പ്രവാസിക്ക് യാതൊരു മടിയും ഇല്ല. കേരളത്തിൽ ഒരു മാസം ഏകദേശം 10,000 കോടി റുപ്യയുടെ ലോട്ടറി ടിക്കറ്റ് ചിലവാകുന്നു. ഒരു വർഷത്തിൽ 1,00,000 കോടിയിൽ കൂടുതൽ ചിലവാകുന്നു എന്ന് അടുത്തിടെ ഒരു പത്രത്തിൽ റിപ്പോർട്ട് എനിക്ക് വായിക്കുവാൻ സാധിച്ചു. അതേ സമയത്ത് വളരെ കൃത്യമായി അംഗീകൃതമായതും അതേസമയത്ത് പരിപൂർണമായി റെഗുലേറ്റ് ചെയ്തതുമായ യൂണിറ്റ് ട്രസ്റ്റ്, മ്യൂച്വൽ ഫണ്ട് പോലുള്ളതിലെല്ലാം നിക്ഷേപം വരുന്നത് അതിൻ്റെ നേർപകുതി പോലും വരുന്നില്ല എന്നാണ് കണക്കുകൾ കാണുവാൻ സാധിച്ചത്. അതേസമയത്ത് പെട്ടെന്ന് പണക്കാരനാവും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇങ്ങനെ പണം നഷ്ടം വരുന്നത്. അതേസമയം ഗൾഫ് നാടുകളിലും നിയമാനുസൃതമല്ലാതെ
പെട്ടെന്ന് പണക്കാരനാക്കി തരാം എന്ന വാഗ്ദാനങ്ങളുമായി കൊണ്ട് ധാരാളം പ്രസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ എത്ര പറഞ്ഞാലും അത് മനസ്സിലാക്കാതെ പണം കടം മേടിച്ച് അതിന് പോയി ചാടുന്നു. കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചൊരു സുഹൃത്ത് വളരെ ഒരു അബോധാവസ്ഥയിലുള്ള തരത്തിലാണ്, ഒരു ശരിയായിട്ടുള്ള ബോധമുള്ള തരത്തിലല്ല അദ്ദേഹം സംസാരിച്ചത്. അങ്ങനത്തെ ഒരു ദുരന്തത്തിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. 2 ക്രെഡിറ്റ് കാർഡിൽ നിന്നായി ഒന്നിൽ 40,000-ഉം മറ്റൊന്ന് 45,000-ഉം കടമെടുത്താണ് ഓൺലൈൻ ട്രേഡിങ്ങിൽ അദ്ദേഹം പണം മുടക്കിയത്. ഇപ്പോൾ അത് നടത്തിയ കമ്പനി അവകാശപ്പെടുന്നത് കമ്പനിക്ക് 1,00,000 ദിർഹം ഡ്യൂ ഉണ്ട് എന്നാണ്. അതേസമയത്ത് ബാങ്കിനും ഡ്യൂ ഉള്ളത് 45,000 ദിർഹമാണ്. അദ്ദേഹത്തിന് ഇന്ന് ലഭിക്കുന്ന ശമ്പളം വെച്ചുകൊണ്ട് 10 വർഷം ശ്രമിച്ചാലും ഒരു പക്ഷേ അദ്ദേഹത്തിന് അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് എന്നെനിക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് ഒരു കുറഞ്ഞ കാലത്തേക്കാണ്. ആ കാലം കഴിഞ്ഞാൽ നിർബന്ധമായി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ഒരു വരുമാനം കിട്ടാനുള്ള ഒരു സ്രോതസ്സ് നമുക്കുണ്ടാവണം. അത് ഉണ്ടാവലാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യമായിട്ടുള്ള നമ്മളെ പ്ലാനിങ്. ആ പ്ലാനിങ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ സസന്തോഷം ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതിനു പുറമെ നമ്മുടെ ജീവിതത്തിലുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ, അതെല്ലാം നമ്മുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. വേണ്ട സമയത്ത് ഒരു ഭവനം എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ളതാണ്. അതിനും പുറമെ നമ്മൾ കാലം ചെല്ലും തോറും നമ്മുടെ ആരോഗ്യത്തിന് ക്ഷയം വരും, നമ്മുടെ ആരോഗ്യം മോശപ്പെടും. ആ സന്ദർഭത്തിൽ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ, അതിനു വേണ്ട സാമ്പത്തിക സംവിധാനം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതുപോലെ നമുക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും മിച്ചം വെക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, എന്താണ് സമ്പാദ്യം? ആ ചോദ്യത്തിന് സാധാരണ ക്ലാസ്സുകളിൽ ഉത്തരം പറയാറുള്ളത് ചെലവ് കഴിച്ച് ബാക്കി വരുന്നതാണ് എന്നാണ്. ആ ഉത്തരം പറയുന്നവരോട് ഞാൻ ചോദിക്കാറുള്ളത്, എത്ര പേർക്ക് ചെലവ് കഴിച്ച് ബാക്കി വരുന്നു എന്ന് ചോദിച്ചാൽ വളരെ അപൂർവം 10-ൽ താഴെ ആളുകളാണ് കൈ ഉയർത്തി പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്ന്. ബാക്കിയുള്ളവരെല്ലാം സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് വീണ്ടും ചോദിച്ചാൽ ഞങ്ങളുടെ ചെലവ് ഞങ്ങളുടെ വരുമാനത്തെക്കാൾ കൂടുതലാണ് എന്ന ഉത്തരമാണ് സാമാന്യമായിട്ട് പറയാറുള്ളത്. ഇതിന് ഈ ലോകത്ത് ഒരാൾക്കും ചെലവ് കഴിച്ച് സമ്പാദിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സമ്പാദിക്കൽ അസാധ്യമാണ് എന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതിന് പകരം ഞാൻ ഇത്രയും സമയം സംസാരിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായിരിക്കും. നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ജീവിക്കാൻ വേണ്ട സാമ്പത്തിക സ്രോതസ് ഇല്ലെങ്കിൽ എന്തെല്ലാം ഭവിഷ്യത്ത് സംഭവിക്കും എന്നുള്ളത് ധാരാളം ആളുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ, അങ്ങനെ പലരും നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അവരുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ദയനീയമായ അവസ്ഥ ഉണ്ടായിട്ടുള്ള ഒരാളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരപ്രതിഷ്ഠ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. അങ്ങനെ തീരുമാനിക്കണം, അതുപോലൊരവസ്ഥ ഒരു കാരണവശാലും എനിക്കുണ്ടാവരുത് എന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനൊരവസ്ഥ വരാതിരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുകയുള്ളൂ. അതിന് വേണ്ടത് എങ്ങനെയാണ് സമ്പാദിക്കുക എന്നുള്ളത്. സകുടുംബം ജീവിക്കുന്നവരാണെങ്കിൽ, വിദേശത്ത് സകുടുംബം ജീവിക്കുന്നവരാണെങ്കിൽ വരുമാനത്തിൻ്റെ 20% മാറ്റിവെക്കുക. 20% മാറ്റിവെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 80% എത്രയാണോ അതിൽ നമ്മുടെ ചെലവുകളെ ഒതുക്കുക. ആ ചെലവുകൾ സകുടുംബം ജീവിക്കാൻ ആ 80% നമ്മൾ ഒതുക്കണം. അതിനോടൊപ്പം തന്നെ
നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ പണം അയച്ചു കൊടുക്കാറുണ്ട്, അതും അതിൽ ഉൾക്കൊള്ളിക്കണം. നാട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കളും വിദേശത്ത് അല്ല, നാട്ടിൽ ജീവിക്കുന്ന ഭാര്യയും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. പ്രവാസികൾ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്. അവരുടെ ജോലിയുടെ കാഠിന്യവും അവരുടെ മറ്റുള്ള സംവിധാനവും അവരുടെ ജീവിതവും എല്ലാം തന്നെ അവർ കൃത്യമായി മനസ്സിലാക്കാത്തവരാണ് പലരും. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞാൽ, പണം നമ്മൾ അയച്ചു കൊടുക്കുന്നു, അവർ കൃത്യമായി അവരുടെ കയ്യിൽ വരുന്നു, അത് കണ്ണടച്ച് ചെലവാക്കുന്ന ഒരു ദുശ്ശീലമാണ് അവർക്കുണ്ടാകുക. അതുകൊണ്ട് നമ്മളുടെ യഥാർത്ഥ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കൽ വളരെ അത്യാവശ്യമാണ്. അതേസമയം കുടുംബം നാട്ടിലും നമ്മൾ ഇവിടെ ആയിട്ട്, അതായത് ബാച്ചിലറായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ വരുമാനത്തിൻ്റെ 30% മാറ്റിവെക്കുക, 70% കൂടി ജീവിക്കുക എന്നൊരു തീരുമാനം സാധിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കും സമ്പാദിക്കുവാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ യുഎയിൽ ജീവിക്കുമ്പോൾ ആദ്യം കാർ പാർക്കിംഗ്, പേ പാർക്കിംഗ് വന്നു, നമ്മളതിന് അഡീഷണലായിട്ട് സ്പെൻഡ് ചെയ്തു തുടങ്ങി. സാലിക്ക് വന്നു, അതും നമ്മൾ കൊടുത്തു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ വാറ്റ് വന്നു, അതും കൊടുത്തു തുടങ്ങി. ഇനിയിപ്പോൾ വ്യാപാര വ്യവസായങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സും വന്നിരിക്കുന്നു. പല വിദേശ സ്ഥാപനങ്ങളും, അതായത് വേൾഡ് ബാങ്ക് മുതലായ സ്ഥാപനങ്ങൾ പലപ്പോഴും പറയാറുള്ളത്, ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഒരു ബഹുഭൂരിപക്ഷവും പേഴ്സണൽ ടാക്സ് ഉള്ള നാടുകളിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം ജീവിക്കുന്നവരിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ ടാക്സ് പിടിച്ചാൽ അത് തെറ്റല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഒരു പക്ഷേ ഗൾഫ് നാടുകളിലും അത് ഉണ്ടായേക്കാം, അത് ഒരിക്കലും തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ വിദേശികളായിട്ടുള്ളവർ ഇത്രയും ജോലി ചെയ്യുമ്പോൾ ഇതേ ജോലി നമ്മൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതെങ്കിൽ 30% വരെ ടാക്സ് കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതേ സമയത്ത് ഇതുവരെ നമ്മൾ ജീവിക്കുമ്പോൾ യാതൊരു ടാക്സും കൊടുക്കാതെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ വന്നേക്കാം. അങ്ങനെ ഒരു 20% ടാക്സ് വരികയെന്ന് വിചാരിക്കുക. ഇപ്പോഴില്ല എങ്കിലും ഒരു ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ ഒരു ടാക്സ് വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിൽ എത്ര പേർ നാട്ടിലേക്ക് തിരിച്ചു പോകും? 20% ടാക്സ് കൊടുത്തുകൊണ്ട് വിദേശത്ത് ഞാൻ ജീവിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പേർ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് സ്ഥിരമായി ഞാൻ ചോദിക്കാറുള്ള ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചാൽ നേരിട്ട് ക്ലാസ്സുകൾ നടത്തുമ്പോൾ 5 പേരെങ്കിലും കയ്യുയർത്തി പറയാറില്ല നാട്ടിലേക്ക് പോകുന്ന. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ അല്പം മുമ്പല്ലേ പറഞ്ഞത്, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പല്ലേ പറഞ്ഞത്, ചെലവിൻ്റെ ആധിക്യം കൊണ്ട് ഞങ്ങളുടെ വരുമാനം അതിന് മാത്രം ഇല്ലാത്തത് കൊണ്ട് മിച്ചം വെക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ പറയുന്നു 20% ടാക്സ് ഏർപ്പെടുത്തിയാൽ കിട്ടുന്ന വരുമാനം 20% കുറഞ്ഞാലും ഇവിടെ തന്നെ നിൽക്കുമെന്ന് അവകാശപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഉത്തരം മനസ്സിൽ പറഞ്ഞിട്ടുള്ളവരാണ് ബഹുഭൂരിപക്ഷം ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളവർ. അവരോട് ഞാൻ പറയുന്നു, ഇതൊരു തീരുമാനമായി എടുക്കൂ. അതായത് നിങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞപ്പോൾ, എനിക്ക് വേണമെങ്കിൽ 20-30% മാറ്റിവെക്കാൻ സാധിക്കും, അതിനുശേഷവും ജീവിക്കാൻ സാധിക്കും എന്നാണ് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ തീരുമാനിക്കുക. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയൂ, അടുത്ത മാസം മുതൽ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സകുടുംബം ജീവിക്കുന്നവരാണെങ്കിൽ 20% മാറ്റിവെക്കുമെന്നും, അതേസമയം കുടുംബം നാട്ടിലുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 30% മാറ്റിവെക്കുമെന്നും ഒരു ശപഥം ഈ നിമിഷത്തിൽ ചെയ്യൂ. നിങ്ങൾക്കെല്ലാം അത് സാധിക്കും എന്ന് എനിക്കുറപ്പുണ്ട്. കാരണം ഇല്ല എന്ന് പറഞ്ഞ, സമ്പാദിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ മുഴുവൻ എൻ്റെ അടുത്ത് വന്ന്
ഇങ്ങനെ 20ഉം 30ഉം അല്ല, പിന്നീട് 50% വരെ മാറ്റിവെച്ച് നിക്ഷേപം നടത്തി സസന്തോഷം നാട്ടിലേക്ക് തിരിച്ചു പോയിച്ച് ജീവിച്ച കഥകൾ ധാരാളം എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം വേണ്ടത്, നമുക്കൊരു ഫാമിലി ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ ചെലവുകൾ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എത്ര ചെലവുണ്ടായി എന്ന ഏകദേശ രൂപം നമുക്കുണ്ട്. നമ്മുടെ ഭാര്യ നാട്ടിലുള്ളവരാണെങ്കിൽ അവർക്കും വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരിക്കും. ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഭാര്യയ്ക്കൊരു മെസ്സേജ് അയക്കുക, കഴിഞ്ഞ മാസം നമുക്ക് എത്ര ചെലവ് വന്നു ഓരോ മേഖലയിലും. അപ്പോൾ നാളെ തന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ചില ചെലവുകൾ കുറയ്ക്കാവുന്നതാണെന്ന് ബോധ്യപ്പെടും. അതിനുള്ള എളിയ നിർദ്ദേശം കൊടുക്കുക. എന്നതുപോലെ തന്നെ ഇവിടെ സകുടുംബം ജീവിക്കുന്നവരാണെങ്കിൽ ഈ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ മാസത്തെ ചെലവുകളിൽ എന്തെല്ലാം ചെലവുകൾ വെട്ടിച്ചുരുക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കാവുന്ന ചെലവുകളെ ഒതുക്കുവാൻ സാധിക്കും. അപ്പോൾ എല്ലാ ചെലവുകളും എഴുതി വെക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടാവണം. ഒരു മാസം നമുക്ക് വരുന്ന എല്ലാ ചെലവുകളും എഴുതി വെക്കുക. അതിനു പുറമെ നമ്മുടെ കയ്യിൽ എപ്പോഴും ദിവസം നടത്തുന്ന ചെലവുകൾ കുറിക്കാനുള്ള ഒരു ചെറിയ പേപ്പർ ഉണ്ടായിരിക്കുക. അതിൽ ഒരു ദിവസം 3-4 കാര്യങ്ങൾക്കാണ് നമ്മൾ ചെലവ് ചെയ്യുന്നത്. ആ ചെലവുകളെല്ലാം കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇവിടെ കാണുന്ന സ്ക്രീൻഷോട്ട് നിങ്ങൾക്കെടുക്കാം. ഫുഡിന്, സ്കൂൾ ഫീസ്, സിഗരറ്റ്, ഡ്രസ്സ്, സിനിമ, പ്ലഷർ ട്രിപ്പ്, അങ്ങനെ പലതിലും പറഞ്ഞിട്ടുണ്ട്. ചില ഫിഗർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം എന്നില്ല. ആദ്യം നമ്മൾ എന്തിന് ചെലവ് ചെയ്തു, എത്ര ചെലവ് ചെയ്തു എന്ന് എഴുതി വെക്കുന്നു. പിന്നെ അത്യാവശ്യം, ഐച്ഛികം, അനാവശ്യം എന്ന് 3 കോളമുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് പോലും വേണ്ട, ആ എഴുതിയ എമൗണ്ട് ഈ 3 കോളത്തിലേക്ക് ഏതിൽ പെടുന്നു എന്ന് മനസ്സിലായാൽ അതിലേക്ക് എടുത്തെഴുതുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യമായ കാര്യങ്ങൾക്ക് ചെലവ് ചെയ്തു, അനാവശ്യമായ കാര്യങ്ങൾക്കും ചെലവ് ചെയ്തു. ചില ചെലവുകൾ അത്യാവശ്യമില്ലാത്തതാണ്. ഇപ്പോൾ ഉദാഹരണമായി ഡ്രസ്സ്, നമുക്ക് ധാരാളം ഡ്രസ്സുകളുണ്ട്. ഒരു മാളിൽ നമ്മൾ പോയി കഴിഞ്ഞപ്പോഴേ ഏതോ ഒരു ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ടെംപ്റ്റേഷൻ ഉണ്ടായി, ഉടനെ ഒരു ഡ്രസ്സ് മേടിച്ചു, വീട്ടിൽ കൊണ്ടുപോയി വാർഡ്രോബിൽ വെച്ചു. അങ്ങനെ മാസങ്ങൾ കഴിയുമ്പോഴും ആ സാധനം എടുത്ത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. എന്തോ ഒരു അവജ്ഞ അതിനോട്. അതേസമയം നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സംഭവിക്കാറുള്ളതാണ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞാൽ അതെടുത്ത് ആർക്കെ വല്ല ചാരിറ്റിക്കെല്ലാം കൊടുക്കും. ഇത് സംഭവിക്കാറുണ്ട്. എന്നതുപോലെ തന്നെ സ്ത്രീകൾ വീട്ടുപകരണങ്ങൾ വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ആരോ പറഞ്ഞ് കേട്ട് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഉപയോഗിക്കുന്നത് അപൂർവമായിരിക്കും. ഭാര്യമാർ പറഞ്ഞ് നാട്ടിലേക്ക് പലതും ഇവിടെ നിന്ന് വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോയ സാധനങ്ങളുടെ കാർട്ടൂൺ അടുത്ത തവണ ചെല്ലുമ്പോൾ നമുക്ക് കാണും എവിടെയെങ്കിലും സൂക്ഷിച്ചിരിക്കുന്നത്. എന്താ ഇത് ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ലഭിക്കുക, അന്ന് കൊണ്ടുവന്ന സാധനം അതിനകത്തുണ്ട്. അപ്പോൾ വലിയ ആവശ്യമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയ സാധനം ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് കാണും. ആരാണിത് വാങ്ങിച്ചത്? ആരാണ് ഇതിന് പണം ചെലവഴിച്ചത്? നമ്മൾ തന്നെ. ആരാണ് അതിനെ ആവശ്യപ്പെട്ടത്? എൻ്റെ പ്രിയതമ തന്നെ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു ശീലം കെട്ടിപ്പടുത്താൽ എല്ലാവർക്കും കൃത്യമായി വരുമാനത്തിൽ നിന്ന് മിച്ചം വെക്കുവാൻ സാധിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. പിന്നീട് വേണ്ടത് ഇതിനോടനുബന്ധിച്ച് 2-3 കാര്യങ്ങളാണ്. നമുക്ക് 2 ബാങ്ക് അക്കൗണ്ട് വേണം. ഒന്ന് നമ്മുടെ ചെലവുകൾക്ക് വേണ്ടി പണം നാട്ടിലേക്ക് അയക്കുന്നു, അതിൽ നിന്ന് ഭാര്യയോ അല്ലെങ്കിൽ മാതാപിതാക്കളോ പണം ഡ്രോ ചെയ്ത് ചെലവ് ചെയ്യുന്നു, അതൊന്ന്. രണ്ടാമത് സേവ് ചെയ്യുന്ന സംഖ്യ മറ്റൊരു NRE അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്. അതിലേക്ക് അയച്ചിരിക്കണം. അങ്ങനെ അയച്ചുകൊണ്ടിരുന്നാൽ ആ അയക്കുന്ന സംഖ്യ ആ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അഥവാ എന്തെങ്കിലും എക്സ്ട്രാ ചെലവ് വന്നു കഴിഞ്ഞാൽ ആ ചെലവിന് വേണ്ടി ആ സംഖ്യയിൽ നിന്ന് കടമെടുത്ത് നിങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് വീണ്ടും കയ്യിൽ പണം വരുമ്പോൾ അതിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ശീലമായി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ദർശിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ
യാതൊരു സംശയവുമില്ലാതെ അടുത്ത മാസം മുതൽ നിങ്ങൾ ഉദ്ദേശിച്ച 20-30% മിച്ചം വെക്കുവാൻ സാധിക്കും. എന്തിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യകത? സേവ് ചെയ്ത എമൗണ്ട് ഇൻവെസ്റ്റ് നമ്മൾ ചെയ്തിരിക്കണം. നമ്മളുടെ പണം വെറുതെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ അത് വളരുന്നില്ല, അത് വളർന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ ഉറങ്ങിപ്പോൾ പോലും നമ്മുടെ പണം നമുക്ക് വേണ്ടി വളർന്നുകൊണ്ടിരിക്കണം. കാരണം ഇൻഫ്ലേഷൻ വലിയൊരു അപകടമാണ്. എല്ലാ നാട്ടിലും ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇൻഫ്ലേഷനേക്കാൾ കൂടിയ റിട്ടേൺ നമ്മുടെ പണത്തിന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും ലഭിച്ചുകൊണ്ടിരിക്കണം. അത് ലഭിക്കണമെങ്കിൽ നമ്മളുടെ പണം കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലേ മതിയാകൂ. എത്രമാത്രം ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്ന ഒരു സൂചന, ഇപ്പോൾ ഒരു വ്യക്തി 30 വയസ്സ് പ്രായമുള്ള ഒരാൾ ഒരു വീട് നിർമ്മിക്കാൻ 1 കോടി ഉറുപ്പിക വരുന്നു എന്ന് വിചാരിക്കുക, ഒരു വളരെ ആവശ്യമായിട്ടുള്ളൊരു വീട്. അയാൾക്ക് 60 വയസ്സാവുന്ന സമയത്ത് അതേപോലുള്ളൊരു വീട് നിർമ്മിക്കണമെങ്കിൽ 13 കോടി ഉറുപ്പികയെങ്കിലും വേണ്ടി വരും. ഇൻഫ്ലേഷൻ 9% ഇൻഫ്ലേഷൻ വെച്ച് കണക്കൂട്ടിയാൽ. അതേ സമയത്ത് 1 കോടി ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 വർഷം കഴിഞ്ഞാൽ അതൊരു 120 കോടി ആയി മാറും. 100 കോടി ചെയ്തിട്ടുണ്ടെങ്കിൽ, 100 ലക്ഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 100 ലക്ഷം ഉറുപ്പിക ഒരു വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ സകുടുംബം ജീവിക്കുകയാണ്, ഒരു 30 വർഷം ജീവിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു, 30 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു വീട് നമുക്കിഷ്ടപ്പെട്ട തരത്തിൽ നിർമ്മിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി വരുന്നത് 13 കോടിയാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചു മുകളിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നതോ 120 കോടിയാണ് എന്നുള്ള കാഴ്ച കാണാൻ സാധിക്കും. ഇനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എത്രയോ നേരത്തെ ചെയ്താൽ അതാണ് ഏറ്റവും ഫലപ്രദം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആശ എന്ന കുട്ടിക്ക് 2 വയസ്സേ പ്രായമുള്ളൂ. ആ കുട്ടിയുടെ പിതാവ് 5000 ഉറുപ്പിക ആശയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 15 വർഷം കഴിഞ്ഞപ്പോൾ 9 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്ത സംഖ്യ 17 വയസ്സായപ്പോൾ 25 ലക്ഷം ഉറുപ്പികയായത് കാണാൻ സാധിക്കും. കാരണം 2 വയസ്സുള്ള സമയത്ത് തുച്ഛമായ സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് അത്രയും വലിയൊരു സംഖ്യ ലഭിച്ചത്. അപ്പോൾ ആ കുട്ടി ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് അത്രയും വലിയൊരു സംഖ്യ കയ്യിലുണ്ടായിരിക്കും എന്നർത്ഥം. അതേ സമയത്ത് ഫറ എന്ന് പറഞ്ഞ മറ്റൊരു കുട്ടി 12 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടിയുടെ പിതാവ് 15000 ഉറുപ്പിക നിക്ഷേപം നടത്തുവാൻ തീരുമാനിച്ചത്, പഠനത്തിന് വേണ്ടി തന്നെ. പക്ഷേ 12 വയസ്സ് 5 വർഷം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ 17 വയസ്സാവാൻ. പക്ഷേ 15000 വെച്ചുകൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതും 9 ലക്ഷമാണ്. പക്ഷേ 17 വയസ്സാവുമ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടിക്ക് 9 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 25 ലക്ഷം കിട്ടിയപ്പോൾ അതിൻ്റെ പകുതിയോളമാണ് ഈ പറഞ്ഞ കുട്ടിക്ക് കിട്ടുന്നത്. രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തത് 9 ലക്ഷം തന്നെയാണ്. പക്ഷേ ആ എമൗണ്ടിനല്ല പ്രസക്തി, എത്ര കാലം, എത്ര ദീർഘകാലം, എത്ര വർഷം ആ പണം നിക്ഷേപമായി കിടന്നു എന്നുള്ളതിനാണ്. അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇപ്പോൾ സാധാരണ ചെയ്യാറുള്ളത് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യും, ചിറ്റിയിൽ ചേരും, നാഷണൽ സേവിങ്സ് സ്കീമിൽ ചേരും. ഇതിൻ്റെ എല്ലാം റിട്ടേൺ എന്ന് പറയുന്നത് 7-7.5%. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഫ്ലേഷൻ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പത്രങ്ങളിൽ വരുന്നതോ സർക്കാർ പറയുന്നോ ഇൻഫ്ലേഷൻ അല്ല, അനുഭവിക്കുന്ന ഇൻഫ്ലേഷൻ. 2021 നിങ്ങൾ നാട്ടിൽ പോയി കാണും. 1 മാസം നിൽക്കുവാൻ വേണ്ടി എത്ര ചെലവ് ചെയ്തു എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. നിങ്ങൾ ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെലവഴിച്ച് ജീവിച്ചത്, അതുകൊണ്ട് വ്യക്തമായ ധാരണ ഉണ്ടാകും. 2022 പോയപ്പോൾ അതേ 1 മാസം
നിൽക്കുവാൻ വേണ്ടി വന്നത് അതിൻ്റെ മുമ്പത്തെ വർഷം ചെലവാക്കിയതിൽ ഏറ്റവും ചുരുങ്ങിയത് 30-40% കൂടുതലാണ്. 2023 പോയപ്പോൾ അന്ന് ചെയ്തതിൻ്റെ പിന്നീടും വീണ്ടും പെർസെൻറ്റേജ് കൂടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും ഇൻഫ്ലേഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പണം കൂടുതൽ റിട്ടേൺ കിട്ടുന്ന മേഖലയിൽ നമ്മൾ നിക്ഷേപിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പ്രവാസികളെ മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിലേക്ക് പോകുമ്പോൾ ഏതാനും പവൻ സ്വർണം കയ്യിൽ വെക്കാത്ത ഒരു പ്രവാസി ഉണ്ടാവില്ല. എല്ലാം പ്രതീക്ഷിക്കുന്ന എന്താണ്? ഏറ്റവും നല്ല നിക്ഷേപം ഗോൾഡാണ് എന്നാണ്. 1979 10 ഗ്രാം ഗോൾഡിന് 937 രൂപയായിരുന്നു വില. ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ വില 68 ഇരട്ടിയാണ് 45 വർഷം കൊണ്ടായിട്ടുള്ളത്. ബോംബെയിൽ റിയൽ എസ്റ്റേറ്റ് പ്രൈസ് ഇതേ കാലഘട്ടത്തിൽ 80 ഇരട്ടി വർദ്ധിച്ചിട്ടുള്ളൂ. അതേ സ്റ്റോക്ക് മാർക്കറ്റ് 1979-45 വർഷം മുമ്പ് 100 ആയിരുന്നു സെൻസെക്സ്. അത് 81,000 ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. 810 ഇരട്ടിയായി. അപ്പോൾ 68 ഇരട്ടിയായ ഗോൾഡിലാണോ, 80 ഇരട്ടിയായ പ്രോപ്പർട്ടിയാണോ, 810 സ്റ്റോക്ക് മാർക്കറ്റിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക? തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ തന്നെയാണ് നമുക്കറിയാം. ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ സാധാരണ നിർദ്ദേശിക്കാറുള്ളത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റാണ്. സാധാരണക്കാർക്ക് ഏറ്റവും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തന ഫലം എല്ലാം നമുക്ക് വ്യക്തമായിട്ടറിയാം. ഏത് മ്യൂച്വൽ ഫണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും നല്ല റിട്ടേൺ കൊടുത്തത് എന്ന് നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചൂസ് ചെയ്യാം. അതേസമയം മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പൊതുജനങ്ങളിൽ നിന്ന് ചെറിയ സംഖ്യകളായി പണം സ്വരൂപിച്ച് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ വ്യത്യസ്ത മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്ന ഒരു ഓഫർ ഡോക്യുമെൻ്റ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ ലക്ഷ്യത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കാം. ആ സ്വരൂപിക്കപ്പെട്ട പണം വിദഗ്ധരായിട്ടുള്ള ഫണ്ട് മാനേജർമാർ വിവിധ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം നിക്ഷേപകർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് വരെയുള്ള പ്രവർത്തന ഫലം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ല മ്യൂച്വൽ ഫണ്ടുകളെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള മറ്റുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഇരട്ടിയിൽ കൂടുതലെങ്കിലും റിട്ടേൺ കിട്ടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി പ്രതിമാസം 10,000 ഉറുപ്പിക സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIP എന്ന നിലയ്ക്ക് എല്ലാ മാസവും നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ അടച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. 12 ലക്ഷം ഉറുപ്പികയാണ് 10 വർഷം കൊണ്ട് അങ്ങനെയാണെങ്കിൽ അടച്ചിട്ടുണ്ടായിരിക്കുക. 12% റിട്ടേൺ ആണ് കിട്ടുന്നതെങ്കിൽ അത് 23,20,000 ഉറുപ്പിക ആയിട്ടുണ്ടായിരിക്കും. 15% കിട്ടുന്നതെങ്കിൽ ആ 12 ലക്ഷം 27,86,000 ആയിട്ടുണ്ടായിരിക്കും. 10,000 വെച്ച് 20 വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക 24 ലക്ഷമാണ്. ആ 12% കൊണ്ട് അത് 9,99,90,000 ആയിട്ടുണ്ടായിരിക്കും. ഏകദേശം 1 കോടി ഉറുപ്പികയുടെ അടുത്തെത്തിയിരിക്കും 20 വർഷം കഴിഞ്ഞാൽ. അതേസമയം 15% ഇപ്പോൾ വളരെ റെഗുലറായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 15%. അങ്ങനെ 15% കിട്ടുകയാണെങ്കിൽ 1.5 കോടി ഉറുപ്പിക
ആയിട്ടുണ്ടായിരിക്കും 20 വർഷം കഴിയുമ്പോൾ. 30 വർഷം ചെയ്യുകയാണെങ്കിൽ 10,000 വെച്ച് ചെയ്യുന്നത് 36 ലക്ഷമാണ്. 12% 35 ലക്ഷമായിട്ടുണ്ടായിരിക്കും. നമ്മളടച്ച 36 ലക്ഷം ഉറുപ്പിക 3,52,00,000 3.5 കോടി ആയിട്ടുണ്ടായിരിക്കും 12 വർഷം കൊണ്ട്, 12% വെച്ച്. അതേ സമയത്ത് 15% വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 7 കോടി ഉറുപ്പിക ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ ഒരു സുപ്രധാനമായ കാര്യം, എന്തുകൊണ്ട് SIP ചെയ്യാൻ ഞാൻ നിർദ്ദേശിക്കുന്നു? SIPയുടെ മറ്റൊരു സ്വഭാവമാണ് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ കാണിച്ച ഇതിലേക്ക് പോകാം. 15% 10 വർഷം വിദേശത്ത് ജീവിച്ച ഒരാൾ 10,000 വെച്ച് ചെയ്തപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ 27 ലക്ഷം ഉറുപ്പിക ആയിട്ടുണ്ട്. 20 വർഷം ചെയ്തപ്പോൾ 1.5 കോടി ആയിട്ടുണ്ട്. ഈ 1.5 കോടി ഉള്ള ഒരു വ്യക്തി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വർഷത്തിൽ അതിൽ നിന്ന് 12 ലക്ഷം ഉറുപ്പിക തിരിച്ചെടുക്കാം. എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1 ലക്ഷം രൂപ തിരിച്ചെടുക്കാം. അത് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പോലും ആ സംഖ്യയ്ക്ക് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം 15% റിട്ടേൺ കിട്ടുമ്പോൾ 12 ലക്ഷം ഉറുപ്പിക 1 കോടിയിൽ നിന്ന് 12 ലക്ഷം ഉറുപ്പിക എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു മാസം 1 ലക്ഷം വെച്ച് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമ്മൾ പറഞ്ഞു വന്നത് SWPയെ സംബന്ധിച്ചാണ്. SIP ചെയ്ത ആളുകൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയി പെർമനൻ്റായിട്ട് ജീവിക്കേണ്ട ഒരു സമയം വരുമ്പോൾ അവർക്ക് അതിൽ നിന്ന് പ്രതിമാസം എടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുകയാണ്. അപ്പോൾ 10,000 വെച്ച് ചെയ്ത ആൾക്ക് 27 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു നിശ്ചയ സംഖ്യ എല്ലാ മാസവും എടുക്കാം. അതേസമയം 20 വർഷം ചെയ്ത ആൾക്ക് 24 ലക്ഷം ഉറുപ്പിക ചെയ്തത് 1.5 കോടി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പ്രതിമാസം 1 ലക്ഷം ഉറുപ്പിക എടുത്താലും ആ ഇൻവെസ്റ്റ്മെൻറ്റ് വളർന്നുകൊണ്ടിരിക്കും. 30 വർഷം ജീവിച്ച ആളുകൾ 30 വർഷം മുമ്പ് തന്നെ 10,000 ഉറുപ്പിക വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രതിമാസം 1 ലക്ഷം ഉറുപ്പിക എടുത്ത് സുഖമായി ജീവിക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും വളരെ നല്ല ഒരു റിട്ടേൺ ഇതുവഴി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. ഞാനീ പറഞ്ഞ 10,000 ഉറുപ്പിക എന്ന് പറയുന്നത് ഗൾഫിൽ ഏറ്റവും ചുരുങ്ങിയ വരുമാനക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും സാധിക്കുന്ന ആളാണ്. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് പ്രതിമാസം 6 ലക്ഷം ഉറുപ്പിക SIP ചെയ്യുന്നു എന്നാണ്. അപ്പോൾ
5000 ഉറുപ്പ്യ വെച്ച് SIP ചെയ്യുന്നവരെയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 6 ലക്ഷം പ്രതിമാസം ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്. 5 ലക്ഷം പ്രതിമാസം ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ആളുകൾക്ക് സാധിക്കുന്നവർ എല്ലാ തരത്തിൽ ഏത് സംഖ്യ കൊണ്ടും SIP ചെയ്യാം. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് 10000 ഉറുപ്പ്യയ്ക്ക് സാധിക്കാത്ത ആളുകളില്ല എന്ന് തന്നെ പറയാം. കാരണം 500 ദർഹം എന്ന് പറഞ്ഞാൽ 10000 ഉറുപ്പ്യയാണ്. 10000 ഉറുപ്പ്യ മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരാളും ഈ നാട്ടിൽ ജീവിക്കരുത് എന്ന് ഞാൻ പറയും. കാരണം ആ വ്യക്തികൾ നാട്ടിൽ പോയി ജോലി ചെയ്യുവാൻ സന്നദ്ധരാവുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ പ്രതിദിനം 1000 ഉറുപ്പ്യ കിട്ടുവാൻ ജോലിക്ക് സന്നദ്ധനാണെങ്കിൽ ജോലിയുണ്ട്. കേരളത്തിൽ മലയാളികൾക്ക് ജോലി ചെയ്യാൻ സന്നദ്ധത ഉള്ള ഒരു വിഭാഗവും ജോലി ചെയ്യാൻ സന്നദ്ധ ഇല്ലാത്ത മറ്റൊരു വിഭാഗം എന്ന് പറയുന്ന 2 വിഭാഗമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് തൊഴിലെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നത് നമ്മൾ 1 ലക്ഷം കോടി റുപ്യ കേരളത്തിലേക്ക് പ്രവാസികളായിട്ടുള്ള നമ്മൾ അയക്കുമ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകുമ്പോൾ അവർ അയക്കുന്നത് 30,000 കോടി റുപ്യയാണ് ഒരു വർഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് കാരണം നമ്മൾ തന്നെയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ചേരുവാൻ എന്തൊക്കെ വേണം എന്ന് മനസ്സിലാക്കുക. പാൻ കാർഡ് കോപ്പി, പാസ്പോർട്ട് ഫോട്ടോ കോപ്പി, ആധാറിൻ്റെ കോപ്പി, 2 ഫോട്ടോ, NRI ചെക്ക്, NRI ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ദർഹം ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ KYC എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ആദ്യം ചെയ്തിരിക്കണം. അത് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കുള്ളൂ. നമ്മൾ NRIകളായിട്ടുള്ള നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആയിട്ടുള്ള ആളുകൾക്ക് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ ബാങ്ക് അക്കൗണ്ടാണ് ഉണ്ടായിരിക്കേണ്ടത്. NRO അക്കൗണ്ടിൻ്റെ ആവശ്യം വരുന്നത് നമ്മൾ നാട്ടിൽ വരുമാനമുള്ളവരാണെങ്കിൽ, റെൻ്റായിട്ടോ കാർഷികമായിട്ടോ മറ്റേതെങ്കിലും ഇൻകം കിട്ടുന്നവരാണെങ്കിൽ നമുക്ക് ഒരു NRO അക്കൗണ്ടിൻ്റെ ആവശ്യമാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ NRI ആയി കഴിഞ്ഞാൽ റെസിഡൻറ്റ് ബാങ്ക് അക്കൗണ്ട് വെക്കാൻ പാടില്ല. നിയമവിരുദ്ധമാണ്, ക്രിമിനൽ ഒഫൻസാണ്. അഥവാ ആരുടെയും കയ്യിൽ ആ ബാങ്ക് അക്കൗണ്ട് ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് ബാങ്കിനോട് NRO ആക്കി മാറ്റി കൺവേർട്ട് ചെയ്യാൻ പറയുക. അതിൽ നിന്ന് പണം ഉണ്ടെങ്കിൽ ആ പണം നമ്മുടെ വീട്ടുചെലവിന് ഉപയോഗിക്കുക. NRO അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 33% ടാക്സ് നൽകേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് റെസിഡൻ്റ് അക്കൗണ്ട് വെക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മ്യൂച്വൽ ഫണ്ടിൻ്റെ ലാഭം, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ലാഭം അത് ടാക്സബിളാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. 1 വർഷത്തിന് താഴെ വെച്ച് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ, 1 വർഷം തികയുന്നതിന് മുമ്പ് വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ലാഭം ടാക്സബിളാണ്. 15% ടാക്സ് കൊടുക്കണം. അതേ സമയത്ത് നമ്മൾ 1 വർഷത്തിന് ശേഷം വിൽക്കുകയാണെങ്കിൽ 1 വർഷത്തിന് മുമ്പ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 20% കൊടുക്കണം. അതേ സമയത്ത് നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ട് വിൽക്കുകയാണെങ്കിൽ 15% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ചില കൺസെഷൻ എല്ലാം കിട്ടും. 1 ലക്ഷം എക്സംഷനുണ്ട്, അതെല്ലാം ലഭിക്കും. മറ്റുള്ള പല ആനുകൂല്യങ്ങളും ലഭിക്കും. അത് പ്രത്യേകം മനസ്സിലാക്കുക. പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ലാർജ് ക്യാപ് ഫണ്ടുണ്ട്, മിഡ് ക്യാപ് ഫണ്ടുണ്ട്, സ്മോൾ ക്യാപ് ഫണ്ട്, ബാലൻസ്ഡ് ഫണ്ട്, കടപത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട്, തീമാറ്റിക് ഫണ്ട്, പ്രത്യേക മേഖലയിൽ ശരിയ ഫണ്ട്. ശരിയ ഫണ്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നിഷിദ്ധമായിട്ടുള്ള മേഖലയിൽ നിക്ഷേപിക്കാത്ത ഫണ്ടിനെയാണ് ശരിയ ഫണ്ട് എന്ന് പറയുക. അതായത് ബാങ്കിങ്, മദ്യം, മനുഷ്യന് ഹാനികരമായ സിഗരറ്റ്,
ഹോട്ടൽ മദ്യം വിളമ്പുന്നതിന്, അങ്ങനെ എന്തൊക്കെ നിഷിദ്ധമാണോ അതെല്ലാം മാറ്റിവെച്ച് അനുവദനീയ മേഖലയിൽ മാത്രം നിക്ഷേപിക്കുന്നതിനെയാണ് എത്തിക്കൽ ഫണ്ട് എന്ന് അറിയാറുള്ളത്. അത് 2 ഫണ്ടുകളാണുള്ളത്, ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്. അപ്പോൾ ഏതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ബാങ്ക്, കമ്പനീസ് പ്രൊഡ്യൂസിങ് ആൽക്കഹോൾ, കമ്പനീസ് മാനുഫാക്ചറിങ് ടുബാക്കോ, ഹാംഫുൾ തിങ്സ്, ഹോട്ടൽസ്, ഇലക്ട്രോണിക് മീഡിയ, കമ്പനീസ് റിസീവിങ് ഇൻട്രസ്റ്റ് ആസ് എ മേജർ ഇൻകം, കമ്പനീസ് ഗിവിങ് ഇൻട്രസ്റ്റ് ഫോർ ബോണ്ട്സ്, മീറ്റ് പ്രോസസ്സിങ് ഇൻക്ലൂഡിങ് പോർക്ക് പ്രോസസ്സ് ചെയ്യുന്നത് പാടില്ലാത്തതാണ്, ആംസ് ആൻഡ് അമ്യൂണിഷൻ മാനുഫാക്ചറിങ് പാടില്ലാത്തതാണ്. അപ്പോൾ നിഷിദ്ധമായത് മാറ്റിവെച്ച് മറ്റുള്ളതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എത്തിക്കൽ ഫണ്ട്. അപ്പോൾ ഇത്തരം ഫണ്ടുകളിലെല്ലാം ഓരോ വ്യക്തികളുടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻഡയറക്റ്റ് ഓഹരികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ 2 തരത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. സാധാരണഗതിയിൽ ഒരു ഓഹരിയുടെ വില ₹1 മുതൽ ₹10 വരെയാണ്. എല്ലാ കമ്പനികളും IPO ഇനീഷ്യൽ പബ്ലിക് ഓഫർ നടത്തും. അത് ആ കമ്പനിയുടെ അനുയോജ്യമായ ഒരു വിലക്കായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണ കമ്പനികൾ കുറേ ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് കൊടുക്കാറുള്ളത്. എല്ലാവരും അത് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് പബ്ലിക് ഇഷ്യൂ കഴിഞ്ഞ്, അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വിലവർധന ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്നതിന് പ്രാഥമിക വിപണി എന്നാണ് പറയാറുള്ളത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ പറയാറുള്ളത് ദ്വിതീയ കമ്പോളം, അതായത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുവാൻ സാധിക്കും. ഇത് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്യുവർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്, നിക്ഷേപമാണ് നടത്തേണ്ടത്. അല്ലാതെ നാട്ടിൽ സാധാരണ ഒരു പറച്ചിലുണ്ട്, അയാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കളിച്ചു കുത്തുവാളെടുത്തു എന്ന്. മാർക്കറ്റ് കളിക്കാനുള്ളതല്ല, മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുത്തുവാളെടുക്കാനുള്ളതല്ല. സൂക്ഷ്മതയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭമുണ്ടാക്കുവാൻ സാധിക്കും. പക്ഷേ ഗാംബ്ലിംഗ് നടത്തിയാൽ പണം നഷ്ടപ്പെടുകയേ ചെയ്യാറുള്ളൂ. ആ ഗാംബ്ലിംഗ് നടത്തുന്നവരെ സംബന്ധിച്ച് സെബി പറഞ്ഞത്, അങ്ങനെ ചെയ്യുന്നവർ 3% മാത്രമാണ് ലാഭമുണ്ടാക്കുന്നവർ എന്നാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനുവേണ്ടി ചില റെമഡി ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്രമാത്രം ഫലപ്രദമാകും എന്ന് നമുക്ക് കണ്ടറിയണം. കാരണം അതൊരു അഡിക്ഷനാണ് പലർക്കും. അതുകൊണ്ട് തന്നെ ധാരാളം പണം നഷ്ടപ്പെടുന്നുണ്ട്. അതേ സൂക്ഷ്മതയോടുകൂടി കമ്പനികളെ പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ലാഭകരമാണ്, അതിൽ സംശയമില്ല. 1976 മുതൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും മറ്റുള്ളവർക്ക് നിക്ഷേപം നടത്തുവാൻ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, മറ്റുള്ള എല്ലാ മേഖലയേക്കാളും മെച്ചപ്പെട്ട റിട്ടേൺ സൂക്ഷ്മതയോടെ അത്യാഗ്രഹമില്ലാതെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലഭിക്കും എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇതിൽ നിന്ന് കിട്ടുന്നത് ഡിവിഡൻഡ്, മൂല്യവർദ്ധനവ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ബോണസ്, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1986 മുതൽ ഇതുവരെയുള്ള ഏറ്റക്കുറച്ചിലുകളാണ് ഈ കാണിക്കുന്നത്. പല സന്ദർഭങ്ങളിലും മാർക്കറ്റ് ഉയർന്നു താഴ്ന്നു, ഉയർന്നു താഴ്ന്നു, ഇങ്ങനെ പോകും. നേരത്തെ ഉണ്ടായ ഒരു താഴ്ചയേക്കാൾ ഉയർച്ചയാണ് പിന്നുണ്ടാവുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഇത്രയും കാലങ്ങൾ 79 മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ പലതവണ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിട്ട് പോലും മാർക്കറ്റ് ഇത്രയും ഉയർന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോപ്പർട്ടീസ് കേരളത്തിലും ഇന്ത്യ മുഴുവൻ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിന് ആളുകൾക്ക് കുറച്ച് താല്പര്യം കൂടുതലാണ്. കാരണം അത് നമുക്ക് ബാഹ്യമായിട്ട് കാണുന്നതാണ്. ഓഹരിയിലോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആളുകളിങ്ങനെ സുഖമായി ജീവിക്കുന്നു, പക്ഷെ അവരെ കയ്യിൽ ബാഹ്യമായിട്ടൊന്നും കാണുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേ സമയത്ത് നമുക്ക് കുറേ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, കുറേ ഫ്ലാറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇതാ ഇയാൾക്ക് ഇത്ര ഫ്ലാറ്റുണ്ട്, ഈ ബിൽഡിങ് ഇന്ന ആളതാണ് എന്നുള്ള അവരുടെ സമ്പത്ത് വിസിബിളാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കും, തിരുവനന്തപുരം മുതൽ കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഭൂമിയുടെയും ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ചിലവുമാണ് നമ്മുടെ അതിൻ്റെ ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ 3% പോലും വരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ വാങ്ങിയ വിലയ്ക്ക് വിൽക്കാൻ സന്നദ്ധരായിട്ടുള്ളവർക്ക് പോലും വിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതേസമയത്ത് ബാംഗ്ലൂർ, ബോംബെ പോലുള്ള സ്ഥലത്ത് പിന്നെ കുറേ കൂടെ അപ്രീസിയേഷൻ കാണാം, റെൻറ്റും സ്വല്പം കൂടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. എന്നാലും നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയുള്ളതിലൊന്നും കിട്ടുന്നതിൻ്റെ അടുത്ത് പോലും എത്താത്ര ഒരു ഇൻകമേ അവിടെ കിട്ടുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവം ബ്ലാക്ക് മണി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് വളരെ അപകടം പിടിച്ചതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് ബ്ലാക്ക് മണി തൊട്ട് കളിക്കാതിരിക്കണം എന്നാണ് എല്ലാവർക്കും ഉപദേശിക്കാനുള്ളത്, എല്ലാവരോടും ഉപദേശിക്കാം. ഗോൾഡിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, 937 ഉണ്ടായിരുന്ന ഗോൾഡിൻ്റെ പ്രൈസ് 67,200 ആയപ്പോൾ ഇന്നലെ 71 ഇരട്ടി ആയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ലൊരു മേഖല എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. ഈ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1980 വാറുണ്ടായ സമയത്ത് ഗോൾഡ് പ്രൈസ് ഏറ്റവും ഉയരത്തിലെത്തി, ഔൺസിന് ഏകദേശം 900 എല്ലാം എത്തി. പിന്നീട് 2007 വേൾഡ് എക്കണോമിക് ക്രൈസിസ് വന്ന സമയത്ത് വീണ്ടും മാർക്കറ്റ് ഉയർന്നു. 82 മുതൽ 2006 വരെ ഗോൾഡ് പ്രൈസ് 300 മുതൽ 450 വരെ ഡോളറായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഏകദേശം 20 വർഷത്തോളം കാലം കാര്യമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാവാതെ ഇങ്ങനെ ഒരു മാറ്റമില്ലാതെ കിടന്ന ഒരു കാലഘട്ടമാണ്. പിന്നീടാണ് വളർച്ച ഉണ്ടായത്. ഇപ്പോൾ സർവകാല റെക്കോർഡ് ഈ സമയത്ത് എത്തിയിട്ടുണ്ട്. എപ്പോഴും മാർക്കറ്റ് ഗോൾഡ് പ്രൈസ് ഉയരുക വാറ്, അൺസർട്ടനിറ്റി ഒക്കെ ലോകത്തുണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ 1-2 വാറ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം എന്നോണം മാർക്കറ്റ് ഉയർന്നിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം മാറുമ്പോൾ വീണ്ടും മാർക്കറ്റ് താഴും എന്നുള്ളതാണ്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഈ ഗൾഫിൽ ജീവിച്ചിരുന്ന ആളുകൾ ആ കഴിഞ്ഞ ഒരു 20 വർഷത്തോളം 35 മുതൽ 50 ദർഹം വരെ ഗ്രാമിന് സ്വർണം മേടിച്ചവരുണ്ട്. ഇവിടെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അവരുടെ സ്വർണം ഇവിടെ തന്നെ ഉണ്ടാവും പലപ്പോഴും. അങ്ങനെ ഉള്ളവർ ഇപ്പോൾ 300 ദർഹത്തിൽ കൂടുതൽ വില വന്നിട്ടും ആ 35-നും 50-നും മേടിച്ച സ്വർണം ഉണ്ടായിട്ട് നല്ല ലാഭം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാളും വിൽക്കുന്നില്ല എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. എമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്നേ എനിക്ക് പറയാൻ സാധിക്കൂ. ഇത് 1925 മുതൽ 2019 വരെയുള്ള സ്വർണത്തിൻ്റെ പ്രൈസാണ്. 1925 18.75 10 ഗ്രാം ഗോൾഡ്. 2019 40,000 ഉറുപ്പിയായിരുന്നു 10 ഗ്രാം ഗോൾഡിൻ്റെ വില എന്നും കൂടെ ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ത്യയിൽ ധാരാളം വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പണം ഗവൺമെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൺക്ലെയിംഡ് പ്രോവിഡൻറ്റ് ഫണ്ട്
2 വർഷം മുമ്പ് 26,497 കോടി റുപ്യയാണ്. അധികം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരുമാണ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ മരിച്ചു പോയിട്ടുണ്ടാവും, അതിൻ്റെ അവകാശികൾ ഇല്ലാതെ പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ്. 7 വർഷം അത് സ്പർശിക്കാതിരുന്നാൽ അത് ഗവൺമെൻറ്റിലേക്ക് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് അങ്ങ് പോകും. പിന്നീട് അൺക്ലെയിംഡ് ബാങ്ക് അക്കൗണ്ട് 18,381. കുമ്പനാട്, തിരുവല്ല മുതലായ ഭാഗങ്ങളിൽ 500 കോടിയിൽ കൂടുതൽ ഉറുപ്പിക ഒരു സമയത്ത് ബാങ്കിൽ അൺക്ലെയിംഡ് ആയിട്ട് കിടപ്പുണ്ടെന്നാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അതേസമയത്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് റിഡീം ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 17,880 കോടിയുണ്ട്. ലൈഫ് ഇൻഷുറൻസ് ചേർന്നിട്ട് അത് ക്ലെയിം ചെയ്യാത്തത് 15,167 ഉണ്ട്. മെച്ചേർഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് 4,820 കോടി ഉറുപ്പികയുണ്ട്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് 4,100 കോടി. നിങ്ങൾക്ക് ഏതെങ്കിലും ഓഹരിയുണ്ട്, അതിൽ നിന്ന് വരുന്ന ഡിവിഡൻഡ് 7 വർഷം നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഓഹരിയും ആ ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന ഡിവിഡൻഡും ഈ പറഞ്ഞ ഫണ്ടിലേക്ക് പോകും, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക്, IEPFA എന്ന് പറയുന്ന ഫണ്ടിലേക്ക് അങ്ങ് പോകും. അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, പ്രവാസികളായിട്ടുള്ള വ്യക്തികളാവട്ടെ നാട്ടിലുള്ളവരാവട്ടെ ആരായാലും ശരി, നമുക്ക് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച രേഖയുടെ ഒരു കോപ്പിയെങ്കിലും നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഭർത്താവിൻ്റേത് ഭാര്യയുടെ കയ്യിൽ, ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിലുണ്ടായിരിക്കണം, മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നിർബന്ധമായി നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും പ്രവാസികൾ അവർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കോപ്പി നാട്ടിൽ വെക്കാതിരിക്കരുത്. പല സന്ദർഭങ്ങളിലും എനിക്ക് ഒരു അടുത്ത കാലത്ത് തിരുവല്ലയിൽ ഞാൻ ക്ലാസ് നടത്തുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഒരു മധ്യവയസ്കയായ ഒരമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു, പക്ഷേ അവൻ പെട്ടെന്ന് ബഹ്റൈനിൽ വെച്ച് മരിച്ചു, പക്ഷേ അതിനെപ്പറ്റി രേഖകളൊന്നും കണ്ടില്ല. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു ഫോട്ടോ കോപ്പി, അതിൻ്റെ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ, ഏതെങ്കിലും കമ്പനിയുടെ പേരും നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് അമ്മയ്ക്ക് ആ മകൻ്റെ പോളിസിയിൽ നിന്നുള്ള ബെനിഫിറ്റ് വാങ്ങിത്തരാൻ സാധിക്കും. പക്ഷേ ആ അമ്മയ്ക്ക് നമ്പറെല്ലാം കൊടുത്തെങ്കിലും അത് ഒരിക്കലും അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല, തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ആ മകൻ അതൊന്നും തന്നെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തില്ല. അതുകൊണ്ടുണ്ടായ അപകടമാണ് ആ വലിയൊരു സംഖ്യ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നമ്മളിൽ ആരും അങ്ങനെ ചെയ്യരുത്. ഇത് കുടുംബത്തെ അറിയിക്കാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യരുത്. നിങ്ങൾ ഒരു കോപ്പി നാട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കണം. അഗ്രികൾച്ചർ ഒരു മേഖലയാണ്. അഗ്രികൾച്ചർ ആദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുക. കാരണം നമുക്ക് വേണമെങ്കിൽ ഇന്ന് ആധുനിക കൃഷിരീതി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പഴങ്ങളും എല്ലാ പച്ചക്കറികളും എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും നമ്മുടെ ചെറിയ സ്ഥലത്തു നിന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ചെറിയ സ്ഥലമാണെങ്കിൽ വീടിൻ്റെ ടെറസ് ഉണ്ടെങ്കിൽ ആ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ ഡ്രമ്മുകൾ കട്ട് ചെയ്തത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ വെച്ചുകൊണ്ട് കൃഷി ചെയ്തിട്ട് പോലും എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. ഭൂമിയുള്ളവർക്ക് ആ ഭൂമിയിൽ ആധുനിക കൃഷി രീതി ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ ലാഭകരമാണ്. അതേസമയത്ത് കൃഷിഭൂമി വാങ്ങിച്ച് കൃഷി ചെയ്യൽ ലാഭകരമല്ല, അല്ലെങ്കിൽ ലീസിനടുത്ത് കൃഷി ചെയ്താൽ ലാഭകരമാണ്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം, ഈ ചെയ്യുന്ന ആൾക്ക് അതിൽ ഒരു ടാലൻ്റ് ഉണ്ടായിരിക്കണം, താല്പര്യം ഉണ്ടായിരിക്കണം. അതുപോലെ അങ്ങനെയുള്ളവർ അത് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. മറ്റൊരു മേഖലയാണെന്ന് പറയുന്നത് ബിസിനസ്സാണ്. ബിസിനസ് ഒരു അതിർത്തിയില്ലാത്ത മേഖലയാണ് ബിസിനസ്. മറ്റെല്ലാ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നത് എത്ര ഉയർച്ചയിൽ വേണമെങ്കിലും അത് എത്തിച്ചേരുവാൻ സാധിക്കും. അതേ സമയത്ത്
നമ്മൾ നിക്ഷേപം നടത്തിയും മുഴുവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ അറിയാത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കുക, പ്രോപ്പർ സ്റ്റഡി നടത്തുക, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബിസിനസ് നടത്തുക, ഒരിക്കലും അത്യാഗ്രഹം ഉണ്ടാവാതിരിക്കുക. ഇന്നത്തെ കാലത്ത് ഇന്നോവേഷന് ഒരു പ്രധാന പങ്കുണ്ട്. ഇന്നോവേറ്റ് അതർവൈസ് പെറിഷ് എന്നാണ് പറയുക. ആധുനിക കാലത്ത് അതിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. കഴിയുന്നതും മറ്റുള്ളവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടേതായ ആശയങ്ങൾ കണ്ടെത്തി വളർത്തി കൊണ്ടുവരിക. മാനുഫാക്ചറിങ്ങിന് കേരളത്തിൽ ധാരാളം സാധ്യതയുണ്ട്. കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ എല്ലാം നമ്മൾ അതിൻ്റെ റോ രൂപത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റബ്ബർ ഷീറ്റായിട്ട് അയക്കുന്നു, നാളികേരം കൊപ്രയായിട്ട് അയക്കുന്നു. അങ്ങനെ ഓരോ സാധനം എടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ് നമ്മൾ മലയാളികൾ ചെയ്യുന്നത്. നമ്മൾ കുട്ടികൾ കളിക്കുന്ന ബലൂൺ പോലും ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പാദകരായിട്ടുള്ള കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര ഖേദകരമാണ്. 7% വാഹനങ്ങൾ കേരളത്തിലാണെന്ന് പറഞ്ഞു. അതിനാവശ്യമായ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ കൂളൻ്റ് ഇതുപോലും കേരളത്തിലെ മഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവരുന്ന സാധനങ്ങളിൽ എത്ര ശതമാനം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചതുണ്ട് എന്ന് പരിശോധിച്ചാൽ 10% പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയിട്ടാണ് കേരളത്തിൽ എത്തുന്നത്. അതിന് പകരം കേരളത്തിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ തയ്യാറായാൽ കേരളത്തിൽ ധാരാളം സാധ്യതയുണ്ട്, ഉൽപ്പാദനത്തിന് സാധ്യതകളുണ്ട്. മുൻകാലങ്ങളിൽ തൊഴിൽ കുഴപ്പം, മറ്റേ കാര്യങ്ങൾ മറിച്ചേ കാര്യങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ നിസ്സഹകരണം ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പോഴൊക്കെ പഴങ്കഥകളാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങൾ പണ്ടത്തെ പോലെ ഇന്ന് കേരളത്തിലില്ല. പിന്നെ മാത്രമല്ല, തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട്, നൂതനമായ ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നവരുണ്ട്. അപ്പോൾ ധാരാളം അവസരങ്ങളുണ്ട്. പിന്നീടൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മലയാളി മുൻകാലങ്ങളിൽ എല്ലാ ജോലിയും ചെയ്തിരുന്നവരാണ്. ഇപ്പോൾ കയ്യിൽ അഴുക്കാവുന്ന ജോലി, കുറച്ച് ഭാരമുള്ള ജോലി, ഇതിനോടൊക്കെ വിരക്തിയുള്ളവരായി മാറിയിരിക്കുകയാണ്. അതേസമയത്ത് വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മൾ ടെക്നോളജിയിൽ സമർത്ഥരാണ്. അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ബിസിനസ്സുകൾ കണ്ടെത്തുവാൻ ശ്രമിക്കുക. കേരളത്തിൽ ഒട്ടുമുക്കാലും ടൗണുകളിൽ ടെക്നോ പാർക്ക് പോലുള്ളത് വരുന്നുണ്ട്. ഇനി പല സ്ഥലത്തും വരാൻ പോകുന്നു. അപ്പോൾ നൂതന ആശയങ്ങൾ ഉപയോഗപ്പെടുത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ ധാരാളം അവസരങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുള്ള യാതൊരു സംശയവുമില്ല. മറ്റൊരു പ്രധാന കാര്യം, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആൺകുട്ടികളെക്കാൾ ഏറ്റവും കൂടുതൽ പഠനം നടത്തുന്നത്, വിദ്യാഭ്യാസപരമായി ഉന്നത നിലയിൽ എത്തുന്നത് സ്ത്രീകളാണ്. പക്ഷെ അതിന് അനുസൃതമായ വുമൺ എംപവർമെൻറ്റ് നടക്കുന്നില്ല. അതിന് ഒരു പ്രധാന കാരണം പ്രവാസമാണ്. പ്രവാസികളായിട്ടുള്ളവരുടെ ഭാര്യമാർ ജോലിക്ക് പോകുന്നതിൽ വിമുഖത കാണിക്കുന്നവരോ അല്ലെങ്കിൽ അനുമതി നൽകാത്തവരോ ആയിട്ടുള്ളത് പ്രവാസികളുടെ ഭാര്യമാരാണ്. പക്ഷേ ജോലിക്ക് പോകുവാൻ സന്നദ്ധത ഉള്ളവർക്ക് ജോലി ധാരാളം ഉണ്ട്. മാത്രമല്ല, ഇന്ന് കോവിഡിന് ശേഷം വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കൾച്ചർ ശക്തിപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. അതിനനുസൃതമായ പല പാഠങ്ങളും പഠിച്ച് അതിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ ധാരാളം അവസരങ്ങളുണ്ട്. അതിന് അവസരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. എത്രയോ സ്ത്രീകൾ വീട്ടിലിരുന്ന് അവരെ കലാപരമായ നൈപുണ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അതും വളരെ ഭംഗിയായിട്ട് നടത്തുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു വ്യക്തിക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖലകൾ കണ്ടെത്തുക, ആ മേഖലകളിൽ കൂടുതൽ
പ്രാവീണ്യം നേടാൻ ശ്രമിക്കുക, അത് വളർത്തി ഒരു ബിസിനസ്സാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ ഒരു വയബിലിറ്റി സ്റ്റഡി നടത്തൽ വളരെ അത്യാവശ്യമാണ്. കേരള ഈസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നും കേരള ഈസ് എ ലാൻഡ് ഓഫ് അൺടാപ്ഡ് റിസോഴ്സ് എന്നാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത്. അതുകൊണ്ട് നമ്മളത് ഉപയോഗപ്പെടുത്തണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെ എനിക്ക് ഈ വിഷയത്തെപ്പറ്റി പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ സ്പർശിച്ചു കഴിഞ്ഞു. ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന സമയം ഏകദേശം ആയി. 1 മണിക്കൂറാണ് ഞാൻ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആർക്കെങ്കിലും ഇനി സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, ഓൺലൈനിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം. അതിനും പുറമെ എൻ്റെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എന്നതുപോലെ തന്നെ കടക്കൽ ഒരുമ എന്ന് പറയുന്ന നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൽ വരുന്ന ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഇനിയും ഒരു ഏകദേശം 15 മിനിറ്റ് ഞാൻ ഉണ്ടായിരിക്കും. ഈ സന്ദർഭത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിന് ഉത്തരം ഇപ്പോൾ തന്നെ നൽകുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ Sir, good evening, sir. Sir, good evening. ഒരു സംശയം. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ചോദിക്കാൻ. കൈ ഉയർത്തിയാൽ പേര് പറയാ പ്ലീസ്. ചോദിക്കുക. പേര് അനസ് എന്നാണ്. ഒരു സംശയം. കുറേ വോളിയത്തിൽ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എന്റെ പേര് അനസ് എന്നാണ്. എനിക്കൊരു സംശയം. ഈ SWP പറ്റി പറഞ്ഞു, പക്ഷേ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ SWP പറ്റി സാർ പറയുകയും അതിന് നമുക്കൊരു നിശ്ചിത തുക കിട്ടുമെന്നും പറഞ്ഞു, മാസം മാസം വരുമാനം. ഈ ഓഹരി നമുക്ക് മുകളിലോട്ടും പോകും താഴോട്ടും പോകും. ഈ താഴോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു നിശ്ചിത തുക കിട്ടുന്നത്? അല്ല, SWP താങ്കൾ ചോദിച്ച ആദ്യ ഭാഗത്തെ പറ്റി ഞാൻ ആൻസർ പറയട്ടെ. ഓക്കെ. മ്യൂച്വൽ ഫണ്ട് നമ്മളൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ്. ഓക്കെ. ആ അസറ്റ് നമുക്ക് ഇത്ര അസറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം, ഇത്ര റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നറിയാം, നമ്മൾ എത്രയാണ് പിൻവലിക്കുന്നതെന്നും നമുക്ക് വ്യക്തമായിട്ട് ധാരണയോടുകൂടിയാണ് ചെയ്യുന്നത്. അതേസമയത്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് SWP എന്ന ഒരു രീതി നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം SWP എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും എനിക്ക് ഇത്രയും എമൗണ്ട് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഓഹരി കമ്പോളത്തിൽ മാർക്കറ്റിൻ്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ വിറ്റ് പണം എടുക്കുകയാണ് ചെയ്യേണ്ടി വരുന്നത്. അത് കൃത്യമായ ഒരു എമൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് SWP സ്റ്റോക്ക് മാർക്കറ്റിന് അനുയോജ്യമല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതെ. ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലായാൽ പോലും നമ്മളിപ്പോ ഒരു നിശ്ചിത തുക കിട്ടാൽ അത് മ്യൂച്വൽ ഫണ്ടിൽ ഉദാഹരണമായിട്ട് 1 കോടി റുപ്യ ഉണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് 15% റിട്ടേൺ കിട്ടുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ. ഞാൻ സാധാരണ പറയാറുള്ളത് നിങ്ങൾ 8% അതിൽ നിന്ന് എടുക്കൂ എന്നാണ്. അപ്പൊ 8% എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 1 കോടിയിൽ നിന്ന് 8 ലക്ഷം റുപ്യ കിട്ടുന്നു. 8 ലക്ഷം ഡിവൈഡഡ് ബൈ 12 66,000 റുപ്യോളം പ്രതിമാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ എന്നാൽ പോലും 7% റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സംഖ്യക്ക്.
അവശേഷിക്കുന്ന സംഖ്യക്ക്. അതെ അതെ. അതാണ് ഈ പറഞ്ഞ മാർഗം. കഴിഞ്ഞ 20-25 വർഷമായിട്ട് പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിൽ പോയി സുഖസുന്ദരമായി SWP എടുത്ത് ജീവിക്കുന്നുണ്ട്. ഓക്കെ, വിളിച്ചതിന് നന്ദി. നെക്സ്റ്റ്. താങ്ക് യു സർ. മറ്റാർക്കെങ്കിലും? ഗുഡ് ഈവനിങ്, എൻ്റെ പേര് സതീഷ് എന്നാണ്. ഓക്കെ സർ, മിസ്റ്റർ സതീഷ് ചോദിച്ചോളൂ. സാർ, എൻ്റെ ഒരു ഡൗട്ട്, നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ സാർ പറഞ്ഞു നമ്മുടെ നമുക്ക് 15%, ഒരു വർഷത്തിന് ഉള്ളിൽ നമ്മൾ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 20%, അതുപോലെ ഒരു വർഷത്തിന് ശേഷം വിഡ്രോ ചെയ്യണമെങ്കിൽ 15% ആണെന്ന് സാറ് പറഞ്ഞു. അല്ല, ഇപ്പൊ പല ഫണ്ടുകളും ഫണ്ടുകളെ സ്ഥിതി എടുത്തു നോക്കിയാൽ നമ്മുടെ കയ്യിൽ 5 വിരലും ഒരുപോലെ ആവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ പല ഫണ്ടുകളായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പല സന്ദർഭത്തിൽ പലതരത്തിലാണ് റിട്ടേൺ കിട്ടുന്നത്. നമ്മൾ ദീർഘകാലം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ SIP ഒക്കെ ചെയ്യുന്നവർ, ഇവിടെ ജീവിക്കുന്നവരൊക്കെ ചെയ്യുന്നത്, ഞാൻ ഇവിടെ വന്നു ചേർന്നു ഇനി തിരിച്ചു പോകുന്നത് വരെ ഒരു SIP ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട് മിസ്റ്റർ സതീഷ്. ഒന്ന്, അവർ ചെയ്തു തുടങ്ങുന്നത് ചെറിയ സംഖ്യ കൊണ്ടായിരിക്കും തുടങ്ങുന്നത്. 5000 ഉറുപ്പ്യക്ക് തുടങ്ങിയവർ ഇപ്പോൾ 50,000 ചെയ്യുന്നവരെ എനിക്കറിയാം. അതൊരു മെൻ്റൽ ചേഞ്ചാണ്, സർവ്വതോന്മുഖമായിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഒരു കാലത്ത് 5000 പോലും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നവരാണ്. അപ്പോൾ ഒരു സ്വഭാവത്തിൽ ഉണ്ടാവുന്ന ഒരു ടോട്ടൽ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്. ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാവുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം എൻ്റെ റേഡിയോ പ്രോഗ്രാമിൽ വന്ന് അവരുടെ അനുഭവം പങ്കുവച്ചത് നിങ്ങളിൽ പലരും കേട്ട് കാണും. സാർ, ശരിയാണ് സാർ. ഞാൻ സാധാരണ സാറുടെ ഒരു പ്രേക്ഷകനാണ് ഞാൻ. അതോടൊപ്പം എൻ്റെ ചോദ്യം കംപ്ലീറ്റ് ആയില്ല. നമ്മൾ ഈ SIP ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിൽ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ലംസം എമൗണ്ട് നമ്മൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ സമയത്ത് നമുക്ക് അത് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ആ SIP ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണല്ലോ. നമ്മൾ എല്ലാ മാസവും ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റ് താഴ്ന്ന സമയത്ത് നമുക്ക് അഡീഷണലായിട്ട് പണം കൂടുതൽ അതിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ അപ്പോൾ എൻ്റെ ചോദ്യം സാർ, നമ്മുടെ ഈ NRI സ്റ്റാറ്റസിൽ നമുക്കിപ്പോൾ നാട്ടിലിപ്പോൾ റെസിഡന്റ് അക്കൗണ്ട് ഉള്ള നമ്മുടെ വല്ല റിലേറ്റീവ്സോ വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ വൈഫ് നാട്ടിലാണെന്നുണ്ടെങ്കിൽ, നമുക്ക് റെസിഡന്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സിൽ വല്ല റിഡക്ഷൻ ഉണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ഇല്ല, ഒരു റിഡക്ഷനും ഇല്ല. ഇന്ത്യയിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഷോർട്ട് ടേം ക്യാപിറ്റൽ ടാക്സും ഒന്ന് തന്നെയാണ്. ഓക്കെ സാർ, ഓക്കെ. NRI ആയിട്ടുള്ള ആളുകൾ എപ്പോഴും NRI സ്റ്റാറ്റസിൽ NRI അക്കൗണ്ട് വെച്ച് ചെയ്യൽ തന്നെയാണ് നല്ലത്. ഓക്കെ. താങ്ക് യു സാർ. താങ്ക് സാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. സാർ കേൾക്കുന്നുണ്ടോ? പേരൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ രാജീവ് കടക്കൽ. യെസ് മിസ്റ്റർ രാജീവ് പറയൂ. നമ്മുടെ കടക്കൽ ഒരുമയുടെ ഭാഗമായിട്ടാണ് 1-2 കമന്റുകൾ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് കമന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ കമന്റ് വന്നിരിക്കുന്നത്, ഇന്ത്യയിലുള്ള പലരും സാർ, ഇന്ത്യൻസ് പലരും UAE ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് മിസ്റ്റർ രാജീവ്, എനിക്ക് ക്ലിയർ ആയിട്ട് ശബ്ദം കിട്ടുന്നില്ല. സൗണ്ട് കേൾക്കുന്നില്ല അല്ലേ? ഇന്ത്യൻസ് പലരും UAE ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിലൊരുപാട് പ്രൊമോഷൻ നടക്കുന്നു. താങ്കൾ അക്കാര്യം സൂചിപ്പിച്ചിട്ടില്ല. അത് എന്തോ ഇന്ത്യൻ ഇത് ഷിബു ഉസ്മാൻ എന്ന് പറഞ്ഞ ആളാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻസ് പലരും UAE ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിലൊരുപാട് പ്രൊമോഷൻ നടക്കുന്നു. താങ്കൾ അക്കാര്യം സൂചിപ്പിച്ചിട്ടില്ല. അത് എന്തുകൊണ്ട്? ഞാൻ സൂചിപ്പിച്ച സുഹൃത്തെ, ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന്, പല കമ്പനികളും പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി പണം വാങ്ങിക്കുന്നു. ഒരാൾ 40,000 ഒന്നിൽ 45,000 വേറെ ഒന്നിൽ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അവസാനം 85,000 ബാങ്കിന് ക്രെഡിറ്റ് കാർഡിൽ കൊടുക്കണം. ഏകദേശം 1 ലക്ഷം ആ സ്ഥാപനത്തിന് കൊടുക്കേണ്ടി വന്നു.
ഇപ്പോൾ ആ സ്ഥാപനത്തിൽ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇല്ല, നിങ്ങൾ ഈ പൈസ ഇമ്മീഡിയറ്റ് ആയിട്ട് അടക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഈ ആളുകൾ, സ്ഥാപനങ്ങൾ ഒന്നും തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റിയുടെ ലൈസൻസ് ഉള്ളവരല്ല. അങ്ങനെ ധാരാളം പണം പേപ്പറിൽ റിപ്പോർട്ടുകൾ ധാരാളം വരുന്നു, കേരളത്തിലും വരുന്നു. കേരളത്തിൽ നടക്കുന്നതിനെ പറ്റി, ഇവിടെ വരുന്നതിനെ പറ്റി ഹരി ടൈംസിലും ഗൾഫ് ന്യൂസിലെല്ലാം സ്ഥിരമായി വരുന്നു. എന്നാലും നമ്മുടെ സുഹൃത്തുക്കൾ തലവെച്ച് കൊടുക്കുന്നു. അതിനെ പറ്റി പറഞ്ഞ് ഞാൻ മടുത്തു. ഇപ്പം ഈ പറഞ്ഞ ആള് എന്നെ വിളിച്ചപ്പോഴയാളോട് ചോദിച്ചു, എൻ്റെ നമ്പർ താങ്കൾക്ക് ആരാ തന്നതെന്ന് ചോദിച്ചു. ഞാൻ വളരെ കാലമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടി എന്നെ വിളിച്ചതിന് പകരം ഇതിന് ചേരാൻ പോകുന്നതിന് മുമ്പ് ഈ നമ്പർ ഒന്ന് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ, താങ്കളെ രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട്. അപ്പോൾ ഇവിടെ കറക്ക് കമ്പനികൾ പലതും നടക്കുന്നുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. സാറേ, എന്റെ പേര് ശ്രീകുമാർ. ശ്രീകുമാർ ചോദിക്കും. ഓക്കെ സാറേ, സാറ് പറഞ്ഞല്ലോ SIP-യില് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഫണ്ട് അപ്രൂവ്ഡ് ബൈ സെബി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ അല്ല ഒരു ഫണ്ട് മാനേജേഴ്സിന്റെ കൂടെ SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലോ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ഈ പല കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് ആണെങ്കിലും ഒരു പോളിസി ബസാർ എന്നൊരു കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ LIC ഉണ്ട്, ജിയോജിത്ത്, അങ്ങനെ പല കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ടല്ലോ. അതില് ഇത് ഫിൽട്ടർ ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താ സാർ, ഒന്ന് പറയാമോ? അതായത് ഇന്ത്യയിലെ ഇപ്പം താങ്കളുടെ ശബ്ദം വളരെ ക്ലിയർ ആയിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആൻസർ പറയുകയാണ്. എല്ലാ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആ സെബിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കമ്പനിക്കും പൊതുജനങ്ങളിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് പണം പിരിക്കാൻ സാധിക്കില്ല. എല്ലാ ദിവസവും 3 മണിക്ക് കിട്ടുന്ന പണം എന്തിന് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടി ഉണ്ട്. എൻ്റെ ഇത്രയും കാലത്ത്, അതായത് 1976 മുതൽ UTIയുടെ കാലം മുതൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് വരെ ഒരു മ്യൂച്വൽ ഫണ്ട് മുങ്ങിപ്പോവുകയോ തട്ടിക്കുകയോ ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ ശക്തിയായിട്ടുള്ള ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്. ലീഗലായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യം സംഭവിക്കില്ല എന്ന് വേണം നമുക്കറിയാം. ഇതുവരെ സംഭവിച്ചിട്ടില്ല. I hope I answered your question. ശരി, താങ്ക് യു. ഓക്കെ സാർ, ഈ UAE-യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നല്ല SIP ഏതാണ്, SIP പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ദുബൈ, ഷാർജ, അബുദാബി ഇവിടെയൊക്കെ ഓഫീസുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞൊരു നീണ്ട ലിസ്റ്റാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഫണ്ടുകളിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഫണ്ടുകൾ ഞങ്ങൾ ഓഫീസിൽ പറഞ്ഞു തരും. ഓക്കെ സാർ, വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും പ്രവാസികൾ, പ്രത്യേകിച്ച് മലയാളികൾ, ഈ ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പലപ്പോഴും അകലം പാലിക്കുന്നത്? സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് ഒരു കറക്റ്റ് കമ്പനിയാണ്, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊണ്ട് ഇട്ടു അതിനുശേഷം നമുക്കൊരു റിട്ടേൺ കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള പരാതികൾ പലപ്പോഴായിട്ട് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ രാജീവ്, എൻ്റെ മുമ്പിലുള്ള ഇരിക്കുന്ന പല ആളുകൾ ജനിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്കറിയാം, സാജൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പണ്ട് നടന്നിട്ടുണ്ട്, അറിയാമോ? കേരളത്തിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണത്. അതൊന്നും പുതിയ തലമുറക്ക് അറിയില്ല. 35% പലിശ തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫിലിം പ്രൊഡ്യൂസറായിരുന്നു, പലതുമായിരുന്നു. അവസാനം പണം നഷ്ടം. പിന്നെ തേക്ക്, ആട്, മാഞ്ചിയം, ഇതിലൊക്കെ മലയാളി നല്ല താല്പര്യം കാണിക്കുന്നവരാണ്. എന്തൊക്കെ കറക്ക് കമ്പനി വന്നോ അതിലൊക്കെ നല്ല താല്പര്യം കാണിക്കും. താല്പര്യം കാണിക്കാത്ത മേഖല എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്, ഇതെല്ലാം ആണ്. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഇത്രയും വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന നമുക്ക് എന്തുകൊണ്ട് ഇതിൽ
വിദ്യാഭ്യാസം ഇല്ലാതായി പോയി എന്നുള്ളത് ദുഃഖമായ കാര്യമാണ്, വളരെ ദുഃഖകരമായ കാര്യമാണ്. അതേസമയത്ത് ധാരാളം മലയാളികൾ ബോംബെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ്. പക്ഷേ നാട്ടിലുള്ളവർക്ക് അതിലൊന്നും താല്പര്യമില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അതർ ക്വസ്റ്റ്യൻ പ്ലീസ്. പിന്നെ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കുറച്ച് താല്പര്യമൊക്കെ കാണിക്കുക, ഇതിലൊക്കെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, ഇതൊക്കെ സാധിക്കും. സാർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. എൻ്റെ പേര് സതീഷ്. സതീഷ് പറയൂ. സാർ, ഇതിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒഴിവാക്കാൻ നമുക്ക് ഏതെങ്കിലും നല്ല ഫണ്ടുകളിൽ നിക്ഷേപം അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ സാർ? ഫണ്ടുകളിൽ ഇപ്പോൾ നമുക്ക് NRE ആയിട്ടുള്ള UAE ജീവിക്കുന്ന ഡബിൾ ടാക്സേഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട് വലിയൊരു ആനുകൂല്യമുണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവൻ എക്സംപ്ഷൻ കിട്ടും. അതിന് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ സമർപ്പിക്കണം. ഓക്കെ. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ ഒരു 10-25 ലക്ഷം റുപ്യ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ടാക്സ് റെസിഡൻസി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ റീഫണ്ട് കിട്ടും. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സാർ, UAE-യിലെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്കൊന്ന് പറയാമോ? UAE-യിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഷിബു ഉത്തമൻ ചോദിച്ചിരിക്കുന്നത് UAE-യിൽ ഷെയർ മാർക്കറ്റ് ഉണ്ടോ, അവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് ചാറ്റ് ബോക്സ്. മിസ്റ്റർ രാജീവ്, ഇവിടെ മിസ്റ്റർ രാജീവ്, UAE സ്റ്റോക്ക് മാർക്കറ്റിന് നമ്മുടെ MR ഒക്കെ തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു ഗോൾഡൻ ഇറ ആയിരുന്നു. അന്ന് 100-ൽ പരം ബ്രോക്കർമാരൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇപ്പോൾ ധാരാളം IPO വരുന്നുണ്ട്. പക്ഷേ വളരെ അപൂർവം IPO-ക്കാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ വലിയൊരു അപ്രീസിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഡിവിഡൻ്റ് ആണെങ്കിലും വളരെ നെഗ്ലിജിബിളായിട്ടുള്ളതേ കാണുന്നുള്ളൂ. പക്ഷേ ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നന്നാവാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആസ് എ ഫാസ്റ്റ് ഗ്രോയിങ് കൺട്രി എന്നുള്ള നിലയ്ക്ക് UAE മാർക്കറ്റ് നന്നാവുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഐ അസ്യൂം ദാറ്റ്. ഓക്കെ. ഹലോ സാർ. ഹായ് സാർ. യെസ്. രജിതയാണ് സാർ. ഹൗ ആർ യു? ഐ ആം ടു ഗുഡ് സാർ. ടെൽ മീ. സാർ, ഞാനിപ്പോ ഒരു SIP ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ എത്ര 6-7 വർഷമായില്ലേ? ഇല്ല സാർ, അതിപ്പോ റീസെന്റ് എടുത്താണ്. മറ്റേത് 1 day ആയിരുന്നു. അതെല്ലാം എനിക്ക് നല്ല ഗ്രോത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. താങ്ക്സ് ഫോർ ദാറ്റ്. അപ്പോൾ ആ സന്തോഷം എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ. അതെ അതെ. അല്ല, ഞാനത് 2007 സ്റ്റാർട്ട് ചെയ്തതാണ്. അതെ. അതെനിക്ക് അറൌണ്ട് 3 times 4 times എനിക്ക് ഹയർ ആയിട്ട് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 4 times കൂടുതലായി ആയി. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? വേറെ എവിടെ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലും അത്ര കിട്ടുക? നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ പണം ഗ്രോ ചെയ്യണമെന്ന്. നിങ്ങൾ രണ്ടുപേരും സുഖമായി കിടന്നിറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 4 ഇരട്ടിയായി മാറിയത്. അതെ. ഓക്കെ. അപ്പൊ ഈ SIP എനിക്കിപ്പോ ഒരു 10 years കഴിഞ്ഞിട്ട് എനിക്കത് മന്ത്ലി ഒരു സർട്ടൺ ഇൻകം കിട്ടണമെങ്കിൽ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്നാണോ നാട്ടിലേക്ക് പോകുന്നു, നാട്ടിൽ സ്ഥിരതാമസമാക്കുന്നു, അന്ന് മാത്രം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തേ ഇരിക്കൂ. അപ്പൊ അതിന് എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ സാർ? അല്ല, 10 years കഴിഞ്ഞാൽ റിന്യൂ ചെയ്യണം. 10 yearsനാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഒന്ന് റിന്യൂ ചെയ്യണം, അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇൻകം കിട്ടും. അതിന് ഞാൻ ഓഫീസിൽ പറഞ്ഞാൽ അവർ റിന്യൂ ചെയ്തു തരും. വളരെ സിമ്പിളാ. ശരി. അത് ഒരിക്കലും ഇവിടെ ജീവിക്കുന്ന സമയത്ത് വിഡ്രോ ചെയ്യരുത്. ഇല്ല. അത് ഇനിയുള്ള വളർച്ചയാണ് സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കുക. ഇപ്പൊ നല്ല ഗ്രോത്ത് ഉണ്ട്. അതെ. അപ്പോൾ ഇനിയും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. കുട്ടികളൊക്കെ കൊണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക. സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ചോദിച്ചോളൂ പ്ലീസ്. ജിഷ്ണു മോഹൻ ചോദിക്കുന്നതാണ്, മ്യൂച്വൽ ഫണ്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങളെ കുറിച്ച് പറയാമോ? ഒരു ക്വസ്റ്റ്യൻ ജിഷ്ണു മോഹൻ ചാറ്റ് ബോക്സിൽ ചോദിച്ചിരിക്കുന്നു.
അതായത് എന്തെല്ലാം ഡോക്യുമെന്റ് വേണമെന്നാണോ? അല്ല, ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ ഏത് പ്ലാറ്റ്ഫോം, ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ല, ശ്രദ്ധിക്കണം? അത് ആ ചോദ്യത്തിന് എന്നോട് ചോദിച്ചാൽ ഞങ്ങളെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുള്ളതന്നെ പറയുള്ളൂ. പിന്നെ അതിലപ്പുറം നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്വം. ഓക്കെ സാർ. നമസ്കാരം സാർ. യെസ്, ഞാൻ ദേവി സുമ. വെൽക്കം. ചോദിച്ചോളൂ. സാർ, NRI അക്കൗണ്ടുകളും വിവിധ നിക്ഷേപ പദ്ധതികളും ഉണ്ടല്ലോ സാർ, ഇതിൽ എന്തെങ്കിലും നിയമപരമായ നിയന്ത്രണങ്ങളുണ്ടോ സാർ? NRI ആയിട്ടുള്ള ആളുകൾക്ക്, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആയിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടിലോ ഓഹരിയിലോ അല്ലെങ്കിൽ ഇൻഷുറൻസിലോ യൂണിറ്റ് ഇൻഷുറൻസ് പ്ലാനിലോ ഒന്നിലും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ യാതൊരു നിയന്ത്രണവും ഇല്ല. എത്ര സംഖ്യ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു നിയന്ത്രണവും ഇല്ല. മറ്റെന്താ അറിയേണ്ടത്? ആ നിക്ഷേപത്തിന് നമുക്ക് അഥവാ നമ്മൾ ഇവിടുന്ന് മതിയാക്കി നാട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിൽ ടാക്സ് എന്തെങ്കിലും? അത് ടാക്സ് നാട്ടിൽ പോകണ്ട, ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ ടാക്സ് ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഷോർട്ട് ടേം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ NRI ആവുന്ന സമയത്ത് തന്നെ ഉണ്ട്. അത് പ്രത്യേക കൺസെഷൻ NRIകൾക്ക് ഇല്ല. ഇല്ല. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. മോസ്റ്റ് വെൽക്കം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. സാറേ, ശ്രീകുമാർ, ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? ഓക്കെ സാറേ, ഈ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതും SIP അല്ലെങ്കിൽ SWP, അതിൽ സാർ ഒന്ന് കമ്പാരിസൺ ഒന്ന് പറയാമോ? അതായത് നമ്മുടെ BSE ഇൻവെസ്റ്റ് ചെയ്യുക, NSE ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതിന്റെ ഷെയർ എടുക്കുന്നതിനും. മിസ്റ്റർ ശ്രീകുമാർ, താങ്കളുടെ ശബ്ദം വളരെയധികം ബ്രേക്ക് ആവുന്നു, വോയിസ് ബ്രേക്ക് ആവുന്നു. സാറേ, ഞാൻ ചോദിച്ചത് ഈ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇതുപോലെ SWP അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന തമ്മിൽ ഒന്ന് കമ്പാരിസൺ പറഞ്ഞുതരാമോ? അല്ല, SWP കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ആപ്പിളായിട്ട് കമ്പയർ ചെയ്യണം. SIP എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യല, SWP എന്ന് തിരിച്ചെടുക്കല, രണ്ടും രണ്ടാണ്. അതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഞാൻ എന്ത് തിരിച്ചെടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതിന് നമുക്കൊരു ഫോർമുല വേണം. ആ ഫോർമുല ഞാൻ പറഞ്ഞത് 15% കിട്ടുമ്പോൾ സേഫ് സൈഡിന് വേണ്ടി നമുക്ക് 15% കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അതിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 8% എടുക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ. അതൊരു ഏറ്റവും സേഫസ്റ്റ് ഫോർമുലയാണ്. കാരണം 15 കിട്ടുമ്പോൾ നമ്മൾ 8 എടുക്കുന്നു, 7 അവിടെ അവശേഷിക്കുന്നു, ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ 50 ലക്ഷം ഉറുപ്പിക മകളെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ മകളോട് ചോദിച്ചു, മകളെ, നിനക്ക് പ്രതിമാസം ചെലവിന് എന്ത് വേണം? അപ്പോൾ അവൾ പറഞ്ഞു, ഡെയിലി 1000 ഉറുപ്പിക വേണം. അപ്പോൾ 30,000 ഉറുപ്പിക വേണമെന്ന്. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത മാസം മുതൽ 30,000 ഉറുപ്പിക നിൻ്റെ 50 ലക്ഷത്തിൽ നിനക്ക് SWP എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 30 വർഷം അദ്ദേഹം എടുത്തു, അദ്ദേഹത്തിൻ്റെ മകളെടുത്തു. അപ്പോൾ 30 × 12 × 30 എത്രയാണെന്ന് കൂട്ടുക, അത്രയും പണം ആ 50 ലക്ഷത്തിൽ നിന്ന് തിരിച്ചെടുത്തു. ബാക്കി എന്ത് അവശേഷിക്കുന്നത് ശ്രീമുഖാറിന് ഗസ് ചെയ്യാൻ സാധിക്കുമോ? വളരെ തുച്ഛമേ ഉള്ളൂ, 95 കോടി ഉറുപ്പിക. വിശ്വസിക്കാൻ പറ്റുമോ? ഇറ്റ്സ് എ റിയാലിറ്റി. എപ്പോഴെങ്കിലും ഓഫീസിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം രേഖ. ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് കോമ്പൗണ്ടിങ്. ഇനി എന്താ അറിയേണ്ടത്? സതീഷ് എന്തോ പറയുന്നു, കേൾക്കുന്നില്ലല്ലോ.
സതീഷിന് വീണ്ടും എന്താ ചോദിക്കാനുണ്ടല്ലോ? ഇല്ലേ സാർ, സാർ ആൻസർ ചെയ്തു. ഓക്കെ, നമ്മുടെ ടൈം ആയല്ലോ. സാർ നമസ്കാരം. നമസ്കാരം. ആരാണ്? ഉദയൻ, പറയൂ. ഞാൻ സാറിനെ മീറ്റ് ചെയ്തായിരുന്നു, ഒരു 2-3 തവണ ഓഫീസിൽ വന്നായിരുന്നു. ഞാനൊരു അന്ന് ഇൻവെസ്റ്റ് ചെയ്തോ? SIP ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഒരു എത്ര വർഷമായി ചെയ്തു തുടങ്ങിയിട്ട്? ഓൾമോസ്റ്റ് 2 years ആയിട്ടേ ഉള്ളൂ. എങ്ങനെയുണ്ട് അതിന്റെ മധുരം? എങ്ങനെയുണ്ട്? ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഓക്കെ എന്ന് പറഞ്ഞ ഓക്കെ എന്ന് പറയല് മലയാളി തലയാട്ടിയിട്ട് പറയും കുഴപ്പമില്ല എന്ന് പറയും. അതിന് തുല്യാണ് ഓക്കെ. അപ്പൊ നന്നായി പോകുന്നുണ്ടോ? നന്നായി പോകുന്നുണ്ട്. പക്ഷെ അപ്പൊ നന്നായി പോകുമ്പോ നന്നായി പോകുന്നു എന്ന് തന്നെ പറയണം. ഓക്കെ സാർ. 7 മാസം മുന്നേ വരെ ഈ പാൻ കാർഡിന്റെ ഒരു ഇഷ്യൂ കാരണം അത് ഒരു സ്റ്റോപ്പ് ആയിരുന്നു. എമൗണ്ട് റിട്ടേൺ തിരിച്ച് അത് പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്തിട്ടില്ല. ലിങ്ക് ചെയ്തിട്ടും എന്തോ ടെക്നിക്കൽ എറർ ആണെന്നാ പറഞ്ഞത്. ഞാൻ ഓഫീസായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അവര് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് മന്ത് തൊട്ടിട്ട് റെഗുലർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് തിരിച്ച് പോവാത്ത ഫണ്ട് ഇനി വീണ്ടും അത് പോവാനുള്ള ചാൻസ് ഉണ്ടോ? ക്ലിയർ ആയില്ലല്ലോ ലാസ്റ്റ് വേർഡ്. ഓൾറെഡി അത് ഡിഡക്റ്റ് ആവാത്ത ഫണ്ട് തിരിച്ച് ഫണ്ട് റിട്ടേൺ വന്നായിരുന്നു. അപ്പോ ആ പോകാത്ത ഫണ്ട് ഒരു 4 മാസം വരെ അത് ഡ്രോ ആയിരുന്നു, വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ അത് ഇനി രണ്ടാമത് പോകാത്ത ഫണ്ട് ബാങ്കിൽ കിടപ്പുണ്ടാവും. അത് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് അവിടെ ഓഫീസിൽ പറഞ്ഞാൽ അവർ ലിങ്ക് അയച്ചു തരും. അപ്പൊ ആ എമൗണ്ട് ഒന്നിച്ച് അതിൽ ആഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു. വെൽക്കം. സാർ ഈ ലാപ്സം ചെയ്യുന്നതാണോ അതോ SIP ആയിട്ട് ചെയ്യുന്നതാണോ ഏറ്റവും ലാഭകരം? സംശയമാണ്. എന്താണ്? ലാപ്സമായിട്ട് ചെയ്യുന്നതാണോ SIP ആയിട്ട് മാസം ചെയ്യുന്നതാണോ ഏറ്റവും നല്ല ഉചിതം, ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, സാധാരണഗതിയിൽ ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണ്. SIPയേക്കാൾ കൂടുതൽ ലംസമിൽ കിട്ടും. പക്ഷേ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അതെ, അതാ ചോദിക്കുന്നത്. കാരണം ചില സമയത്ത് മാർക്കറ്റ് നമുക്കറിയാം. കോവിഡ് സമയത്ത് 42,000 ഉണ്ടായിരുന്ന മാർക്കറ്റ് ലോകത്ത് 25% ജനങ്ങൾ മണ്ണിൻ്റെ അടിയിൽ പോവും എന്ന് ശ്രുതി വന്നപ്പോൾ മാർക്കറ്റ് 25,000ലേക്ക് കൂപ്പുകുത്തി. അതെ, ആ കൂപ്പുകുത്തിയ സമയത്ത് ഞാൻ 3 ആഴ്ച തുടർച്ചയായിട്ട് പറഞ്ഞു, കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഇല്ലെങ്കിൽ കടം മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും. അതനുസരിച്ചവർ കോടീശ്വരന്മാരായി. അനുസരിക്കാത്തവർ ഇപ്പോഴും കരഞ്ഞു നടക്കുന്നു. ഇതാണ് സ്ഥിതി. അപ്പോൾ അവസരമാണ് നമ്മുടെ നിധി. ആ അവസരം കാത്തിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവസരം ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ ബാങ്കിലെ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 7% മേടിക്കുന്നവരുണ്ട്. ആ സമയത്ത് ഉടനെ അതെടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് കാണാം. 25,000 ആയതാണ് ഇപ്പോൾ 81,000 ആയിട്ടുള്ളത്. അതിന്റെ മാറ്റം എത്രയാണെന്ന് നമുക്ക് ഗസ് ചെയ്തൂടെ? ചുരുങ്ങിയ കാലം കൊണ്ട്. അതായത് അപ്പോൾ അവസരം, നമ്മൾ ഈ കാര്യങ്ങൾ അവസരം എപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആരാണോ ഗ്രാബ് ചെയ്യുന്നത് അവർ ഭാഗ്യവാന്മാരാണ്. അവരെയാണ് ഈ ഭാഗ്യവാന്മാരെന്ന ആള്. ഭാഗ്യവും നിർഭാഗ്യവും ഇല്ല, നമ്മൾ സൃഷ്ടിക്കുന്നതാണ് എല്ലാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഹലോ സാർ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ? ചോദിച്ചോളൂ ബിജു. സാറേ, ഇപ്പോഴ് സാർ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ US മാർക്കറ്റിൽ ജോബ് അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ഡേറ്റ വരുന്നുണ്ട്. പിന്നെ ഫെഡ് റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ US മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ആനുപാതികമായിട്ട് എല്ലാ മാർക്കറ്റും ഡൗൺ ആവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ അത് ഇൻ ഫ്യൂച്ചർ കുറച്ച് ദിവസത്തേക്ക് വീണ്ടും മാർക്കറ്റ് ഡൗൺ ആവാൻ ചാൻസ് കൂടുതലാണോ? ബിജു, ഒരു വേർഡിനോട് ഞാൻ യോജിക്കുന്നില്ല. അനുപാതികമായിട്ട് ഡൗൺ ആവുമെന്ന് പറയുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. സ്വല്പം ഡൗൺ ആയിന്ന് വരും. അനുപാതികം എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് തന്നെ
ഈക്വലായിട്ട് പെർസെൻറ്റേജ് താഴോട്ട് വരുന്നുള്ളതാണ്. അത് സംഭവിക്കില്ല. അതിനൊക്കെ അതിജീവിക്കാനുള്ള ശക്തി ഇന്ത്യൻ മാർക്കറ്റിനുണ്ട്. അല്ല, അപ്പൊ യുഎസിൽ വരുന്ന ഇൻഫ്ലേഷന്റെ ഒരു ഇത് കാരണം FIS കൂടുതൽ ഇന്ത്യയിലേക്ക് അതെല്ലാം സമ്മതിക്കുന്നു. അവിടെ മാർക്കറ്റ് ഡൗൺ ആയാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് മൂവ് ചെയ്യും. അതല്ലേ സംഭവിക്കുക. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അവിടെ മാർക്കറ്റ് മോശപ്പെട്ട് ആ സന്ദർഭത്തിൽ അവർക്ക് ആദായം കുറയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ അവർ ഇന്ത്യയിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഉയരും. ഓക്കെ. അല്ല, FISന് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ സാറേ, ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ഓ, പക്ഷെ വോയിസ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നാട്ടില് ഗോൾഡോ അല്ലെങ്കിൽ വസ്തുവോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക്, അധികം ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വിഡ്രോ അല്ലെങ്കിൽ വിറ്റ് ഈ സ്റ്റോക്കിലേക്ക് മാറുന്നതിന്റെ പ്രൊസീജിയറും ടാക്സ് ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറഞ്ഞുതരാമോ? അതായത് ഒരു വ്യക്തി എടുക്കേണ്ട തീരുമാനമാണ്. പ്രോപ്പർട്ടി, ഞാൻ പറഞ്ഞില്ലേ, പ്രോപ്പർട്ടി ഇന്ന് വിൽക്കാൻ സാധിച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വാങ്ങിക്കാൻ ആളുണ്ടാവണം. വാങ്ങിച്ചാൽ തന്നെ ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ കുറേ ബ്ലാക്ക് മണി ഉണ്ടാവും. കാരണം അത് മുഴുവൻ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നാളെ ചോദ്യം വരും, സോഴ്സ് ചോദിക്കും, അതിന് ഉത്തരം പറയാൻ സാധിക്കില്ല. അതൊരു ഭാഗം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, പ്രോപ്പർട്ടി കയ്യിലുള്ളവർ വിറ്റ് ആ പണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സൂപ്പറാണെന്നാണ്. അപ്പോൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള സ്ഥലത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത് ആ അവസ്ഥ. ആർക്കും വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല. എത്രയോ ആളുകൾ. പിന്നെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഓരോ വർഷവും ഈ ഉരുൾപൊട്ടൽ, പ്രളയം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം അടിച്ച് കയറിയിട്ടുള്ള സ്ഥലങ്ങൾ ആളുകൾ വീട് വെക്കാൻ വാങ്ങിക്കാൻ താല്പര്യം കാണിക്കില്ല. കൃഷിക്ക് വാങ്ങിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കില്ല. അപ്പോൾ ട്രാൻസ്ഫറബിൾ പ്രോപ്പർട്ടിയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്കേഴ്സിറ്റി ഉണ്ടാവേണ്ടതാണ്. കാരണം സപ്ലൈ കുറയുന്നു, അതുകൊണ്ട് സ്കേഴ്സിറ്റി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ സ്കേഴ്സിറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ വിൽക്കാൻ തയ്യാറായിട്ടും വാങ്ങിക്കാൻ ആളുകൾ വരുന്നില്ല. കാരണം വില കിട്ടാത്തതും ആദായം കിട്ടാത്തതും. ദാറ്റ് ഈസ് ദ റീസൺ. സ്വർണം ഏത് സമയത്തും നല്ല അവസരമാണ്, നല്ല വിലയുണ്ട്, വിൽക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ യുദ്ധമൊക്കെ അവസാനിക്കും, സ്വർണത്തിൻ്റെ വില വീണ്ടും കുറയും, അപ്പോൾ വീണ്ടും വേണമെങ്കിൽ മേടിച്ചോളൂ. അങ്ങനെ നിധി പോലെ കണ്ട് ആസ്വദിക്കാനാണെങ്കിൽ. അല്ലാണ്ട് ആരും ഉപയോഗിക്കുന്നില്ല. ഇന്നത്തെ കുട്ടികൾ ആരെങ്കിലും സ്വർണം ഉപയോഗിക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ പോയി ലോക്കർ തുറന്ന് 5 മിനിറ്റ് നോക്കി നിന്ന് സായുജ്യം കൊള്ളും. അപ്പോൾ നമ്മുടെ സമയം എത്തിയിരിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ സംവദിക്കാൻ അവസരം കിട്ടിയതിന്. എൻ്റെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് കാണും. നിങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം എന്ന് പറയുമ്പോൾ ഏത് സമയത്തും വിളിച്ച ഉടനെ ഞാൻ എടുക്കുന്നു, പ്രതീക്ഷിക്കരുത്. കാരണം അത്രയധികം കോളുകൾ വരും. വിളിച്ചവരെ മുഴുവൻ തിരിച്ചു വിളിക്കും പിന്നീട്. അപ്പോൾ ഇതിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. UBL ചാനലിന് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം 3-4 മാസമായി എന്നോട് നടത്താൻ വേണ്ടിയിട്ട് കട്ടക്കൽ ഒരുമയുടെ സാരഥികൾ എൻ്റെ പിന്നിൽ കൂടിയിട്ട്
അവസാനം അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.